പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവും ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ ജീവിക്കുന്നതുമായ കർത്താവിന്റെ വേലയിലായിരിക്കുന്നതുമായ അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ അനുഭവങ്ങള്, സാക്ഷ്യങ്ങള്, വചനചിന്തകള് നിങ്ങളൊപ്പം പങ്കുവയ്ക്കുവാൻ ദൈവം തരുന്ന നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ക്ഷണം സ്വീകരിച്ച് സമയം ചിലവഴിക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു അവറുകളാണ്. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തില് ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതകരമായ ചില അനുഭവങ്ങൾ, ദൈവം വിടുവിച്ച വിധങ്ങൾ, അതിന്റെ നല്ല ഓർമ്മകൾ പങ്കിടുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ നമുക്ക് ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? ദൈവദാസന് എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെയാണ് മിനിസ്റ്റർ ചെയ്യുന്നത്? ഒന്ന് പരിചയപ്പെടുത്താമോ? ഓക്കെ, ഈ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അരോമ ടി വിയിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസന് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ ഈ എന്നെ ശ്രമിക്കുന്ന അനേകരുണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്റെ അനുഭവങ്ങൾ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അനേകർ ശ്രദ്ധിക്കുന്നു. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം ലഭിച്ചു തന്നെ എന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം, പദവിയായിട്ടാണ് ഞാനിത് കാണുന്നത്. എന്റെ പേര് ജോസഫ് മാത്യു എന്നാണ്. ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിലും ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ പുളിങ്കുന്ന് പഞ്ചായത്തിൽ കണ്ണാടി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളരാനിടയായത്. അപ്പോൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. എന്നാൽ എൻ്റെ കർത്താവിന്റെ വേല ചെയ്യുന്നത് ഞാൻ കാഞ്ഞങ്ങാടാണ്, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് ഞാൻ വേല ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഭാര്യ ലില്ലിക്കുട്ടി, 2 ആൺമക്കൾ ദൈവം തന്നു. 2 ആൺമക്കൾ. അവര് രണ്ടുപേരും +2 കഴിഞ്ഞ് നിൽക്കുന്നു. ഒരാള് ബൈബിൾ കോളേജിൽ പോകാനായിട്ടുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്നു. ഒരാള് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹമായ രീതിയിൽ ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു. ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ കാത്തലിക് കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ് ഞാൻ. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 4 മക്കളാണ്. 4 മക്കളിലെ മൂത്ത മകനാണ് ഞാൻ. എൻ്റെ ഇളയ 2 സഹോദരിമാർ, ഏറ്റവും ഇളയത് ഒരു സഹോദരൻ. ഞങ്ങൾ 4 മക്കൾ, 2 ആണും 2 പെണ്ണും, 4 മക്കൾ. അവരെല്ലാവരും അവരെല്ലാവരും സുഖമായിരിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷമായും സുഖമായും കർത്താവിന്റെ വേല ചെയ്തു പോകുന്നു. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം, ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങളെ വളരെ വളരെ നിർധനരായ, വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു. എൻ്റെ അപ്പൻ കൂലിപ്പണിക്കാരനായിരുന്നു. എൻ്റെ അമ്മയും പാടത്തൊക്കെ പണിക്ക് പോകുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെ വളരെ നിർധനരായ ഒരു കുടുംബത്തിലായതുകൊണ്ട് വലിയ വിദ്യാഭ്യാസമൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും 10ാം ക്ലാസ് പാസ്സായി, SSLC പാസ്സായി. ആ സമയത്തൊക്കെയും എനിക്ക് എൻ്റെ ക്രിസ്തീയ മേഖലയിലെ പള്ളിയിലൊക്കെ അച്ഛൻ്റെ കൂടെ ആൾട്ടർ ബോയ്സ് ആയിട്ട് പോവുകയും വളരെ കന്യാസ്ത്രീമാർക്കും അച്ഛന്മാർക്കും ഒക്കെ എന്നെ ഭയങ്കര താല്പര്യമായിരുന്നു. എന്നാൽ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ കോട്ടയത്തുള്ള സെമിനാരിയിൽ വൈദികനാകാൻ പഠിക്കാൻ വേണ്ടി കടന്നുപോയി. എന്നാൽ 1 വർഷം അവിടെ പോകുവാനും പഠിക്കുവാനും ഒക്കെ ഇടയായെങ്കിൽ അതിനുശേഷം എനിക്ക് അതിനോട് ഒരു വലിയ എന്താണെന്നറിയില്ല, താല്പര്യം തോന്നിയില്ല. ഞാൻ പെട്ടെന്ന് തിരിച്ചു പോരുവാനിടയായി. എന്നാല് ഞങ്ങള് വളർന്നു വന്ന സാഹചര്യം, പിന്നീട് മുൻപോട്ട് പഠിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒക്കെ ആയപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, എങ്കിലും മുൻപോട്ട് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് വളരെ പ്രയാസം തോന്നി. എൻ്റെ ആഗ്രഹം വീട്ടിൽ പറയുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അപ്പൻ പറഞ്ഞു, എല്ലാവരെയും പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് വല്ല ജോലിക്കും പോകണമെന്ന് പറഞ്ഞു തന്നെ ചങ്ങനാശ്ശേരിയിലുള്ള റെസ്റ്റ് ഹൗസിൽ മേശ തുടയ്ക്കുവാനും പ്ലേറ്റ് കഴുകാനുള്ള ചെറിയ ജോലി കൊണ്ടാക്കി. എന്നാൽ അവിടെ നിന്നൊക്കെയും ഞാൻ നിൽക്കാതെ പോന്നിട്ട് എൻ്റെ ഒരുപാട് ആ സാഹചര്യത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായി. ആ സുഹൃത്ത് വലയത്തിൽ ഞാൻ പെട്ട് കട്ടപ്പന, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലും വയനാട്ടിലെ പുൽപ്പള്ളി, സുൽത്താൻ ബത്തേരി എന്ന സ്ഥലങ്ങളിലൊക്കെയും
കൂട്ടുകൂടി അങ്ങ് ജോലിക്ക് വേണ്ടി കടന്നുപോയത്. ആ പോക്കിലാണ് എന്റെ ജീവിതത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. കഞ്ചാവും ചാരായവും വളരെയധികമായി ഉപയോഗിക്കുകയും വെറും പ്രാന്തനെ പോലെ ജീവിച്ച ഒരവസ്ഥ എനിക്കുണ്ടായി. ആ അവസ്ഥ എന്ന് പറഞ്ഞാല് 1983 കാലഘട്ടം. 1982 ഞാൻ SSLC പാസ്സാകുന്നു. 83, 84 കാലഘട്ടങ്ങളിൽ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ താടിയൊക്കെ വളർത്തി കഞ്ചാവും വലിച്ച് ഒരു പ്രാന്തനെ പോലെ അവിടുത്തെ വെയിറ്റിംഗ് ഷെഡിൽ കിടന്നുറങ്ങുകയും 10 പൈസ എനിക്ക് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് കടകൾ തോറും ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഒരനുഭവം എന്റെ ജീവിതത്തിലുണ്ടായി. എന്നാല് അതിനുശേഷം നാട്ടിലേക്കൊക്കെ മടങ്ങി വന്നു. നാട്ടിൽ മടങ്ങി വന്നിട്ട് എന്റെ മദ്യപാനത്തിനോ അല്ലെങ്കിൽ ആ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്നോ ഒരു മാറ്റം വരുവാൻ എന്റെ മാതാപിതാക്കന്മാരൊക്കെ ഒരുപാട് പ്രയാസപ്പെടുവാനിടയായിട്ടുണ്ട്. വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ പുണ്യസ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. മലയാറ്റൂരും മാർത്തുങ്കലും എടത്തുവായിലും ഒക്കെ കൊണ്ടുപോയി എന്നെ പുണ്യകർമ്മങ്ങൾ അവര് നേർച്ച കാഴ്ചകൾ കൊടുത്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊന്നും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ കൂട്ടുകാർ കൂടി പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുൻപോട്ട് പോയി. 1989 കാലഘട്ടം വരുമ്പോൾ എന്റെ ജീവിതത്തിൽ 14ഓളം ക്രിമിനൽ കേസായി. രാഷ്ട്രീയപരമായും അല്ലാതെ വ്യക്തിപരമായും ഒക്കെയും 14ഓളം ക്രിമിനൽ കേസ് വെട്ടും കുത്തും ഒക്കെ ആയിട്ട് 14ഓളം ക്രിമിനൽ കേസ് പ്രതിയായി. 1989 ഏപ്രിൽ മാസം 17-ാം തീയതി ഒരു രാഷ്ട്രീയപരമായ ഒരു ഏറ്റുമുട്ടലിൽ എന്റെ കരങ്ങളാൽ ഒരാൾ മരണപ്പെടുവാനിടയായി. അതിനുശേഷം ഒളിവ് ജീവിതം, അതിനുശേഷം കോടതിയിൽ ഹാജരായി. ജില്ല നിഷേധിച്ചു. ആലപ്പുഴ ജില്ലയിൽ കയറാൻ പാടില്ല. 107 എടുത്തു. സിറ്റി ക്രിമിനലായി. അങ്ങനെ പോലീസും കേസും വഴക്കും ഒക്കെയായി വിവിധ പോലീസ് സ്റ്റേഷനിലെ സെല്ലുകളിലും ആലപ്പുഴയും സബ് ജയിലുകളിലും ഒക്കെ വളരെ പ്രാവശ്യം കിടന്നു. അവസാനം 1992 ഓഗസ്റ്റ് മാസം 3 വർഷത്തെ വിസ്താരത്തിന് ശേഷം 1992 ഓഗസ്റ്റ് മാസം 28-ാം തീയതി ആലപ്പുഴ സെഷൻസ് കോർട്ട് എന്നെ ജീവപര്യന്തം കഠിനരുടെ തടവിന് ശിക്ഷിച്ച് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിനുള്ളിൽ അടച്ചു. അപ്പോഴൊക്കെയും എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാണ്. കാരണം ഞാൻ മദ്യപിച്ചു കഴിഞ്ഞാല് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. മുൻപിൽ വരുന്ന പ്രതികൂലത്തെ വിട്ടുനീക്കുക. ഒരു മാരകായുധം കയ്യിലുണ്ടെങ്കിൽ മുൻപിലുള്ള പ്രതികൂലമൊക്കെ വിട്ടുനീക്കാമെന്ന് വിചാരിച്ച് മുൻപോട്ട് പോയ സമയമുണ്ടായി. അപ്പോ അത് രാഷ്ട്രീയക്കാരത് മുതലെടുക്കുവാൻ അവരത് എന്റെ ബലഹീനത അവരത് പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി അവരെന്നെ കൊണ്ടു നടന്നു. അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ എന്നെ കേൾക്കുന്ന അനേകർക്ക് അത് പ്രയോജനമായി മാറട്ടെ എന്നാണ് വിചാരിച്ചാൽ പറയുന്നത്. അങ്ങനെ ഈ 92 ഓഗസ്റ്റ് മാസം 28-ാം തീയതി ആലപ്പുഴ സെഷൻസ് കോർട്ട് ജീവപര്യന്തം ശിക്ഷിച്ച് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ വാതിക്കലേക്ക് ഉച്ചയോടുകൂടി ഏതാണ്ട് 3 മണിയോടുകൂടി ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി ആ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ വലിയ വാതിൽ, അതിന്റെ നടുക്കൊരു ചെറിയ വാതിലുണ്ട്. അത് തുറന്ന് അതിനകത്തൂടെ കുനിഞ്ഞു കയറുമ്പോൾ അകത്തു നിൽക്കുന്ന വാതിലിന്റെ അപ്പുറം ഇപ്പുറം 2 ഉദ്യോഗസ്ഥന്മാർ നിൽപ്പുണ്ട്. അവരാരും നമുക്ക് അറിയത്തില്ല. അവിടെ നിൽപ്പുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. ആ ഒരു അകത്തേക്ക് കയറുമ്പോൾ ഒരു അഡ്മിഷൻ എടുപ്പെന്ന് പറയുന്നത് നടയടി എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് അവർ രണ്ടുപേരും അവരുടെ കരങ്ങളും കാലുകളും നമ്മുടെ എടുത്തു കിട്ടും. ഇതൊക്കെ കഴിഞ്ഞ് അകത്തു ചെന്ന് ആ പൂജപ്പുര സെൻട്രൽ ജയിലിന് 12ഓളം ബ്ലോക്കുകളുണ്ട്. 12 ബ്ലോക്കുകളിൽ അതിന്റെ 8ാമത്തെ ബ്ലോക്കിലാണ് അവിടെ അഡ്മിഷൻ വരുന്നവരെ ഇടുന്ന ബ്ലോക്കാണ്. ആദ്യമായി അഡ്മിഷൻ ജയിലിനകത്തോട് ചെല്ലുന്നവരെ ഇടുന്ന ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ ആദ്യത്തെ ദിവസം കൊണ്ടിട്ട് കഴിയുമ്പോൾ പിറ്റേ ദിവസം മുടിയൊക്കെ പറ്റ വെട്ടി ആ ജയിലിനകത്ത് 8ാമത്തെ ബ്ലോക്കിൽ 13 ദിവസം കിടന്നു. ജയിലിന്റെ 26 അടി ഉയരവും 3 അടി വീതിയുമുള്ള വലിയ മതിൽ, അതിനകത്ത് 10 അടി ഉയരമുള്ള മറ്റൊരു മതിൽ, അതിനകത്താണ് ഈ 12 ബ്ലോക്കുകളുള്ളത്. ഈ മതിൽക്കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു വലിയൊരു പ്രയാസം. ഈ അകത്തോട്ട് പോകുമ്പോൾ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു പ്രയാസം തോന്നി. പലരും ഇപ്പോൾ പറയാറുണ്ട്, ജയിലിൽ പോയാലും കുഴപ്പമില്ല, അവിടെ 2 കൊടുത്തിട്ടാ മതി, അല്ലെ അവനങ്ങ് തീർത്തേക്കാം എന്നൊക്കെ പറയുമ്പോൾ പറയാൻ എളുപ്പമാണ്. പക്ഷെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ അറിയാം അതിന്റെ വിഷമം എന്താണ്. അത് അനുഭവിച്ചതുകൊണ്ട് പറയുക. അപ്പൊ 8ാം നമ്പർ ബ്ലോക്കിൽ 13 ദിവസം കിടന്നു. 13 ദിവസം കഴിയുമ്പോൾ ഈ ജോലി തിരിക്കും.
അഡ്മിഷൻ വരുന്നവരെ ജോലി തിരിക്കുമ്പോൾ എനിക്ക് വീവിംഗ് സെക്ഷനിലാണ് ജോലി കിട്ടിയത്. വീവിംഗ് സെക്ഷനിൽ ജോലി കിട്ടി. അപ്പം ഈ സാഹചര്യത്തിൽ ഞാൻ ഒരു നിരീശ്വരാവസ്ഥയിലേക്ക് മാറിയ സാഹചര്യം, ദൈവമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയ ഒരു സാഹചര്യമാണ്. അപ്പോ എനിക്ക് 22 വയസ്സുള്ള സമയത്താണ് എൻ്റെ കേസിനാസ്പദമായ കൊലപാതകം നടക്കുന്നത്. 3 വർഷത്തെ വിസ്താരം കഴിഞ്ഞ് 25ാമത്തെ വയസ്സിലാണ് ജീവപര്യന്തം ശിക്ഷിച്ച് ജയിലിനകത്ത് കിടക്കുന്നത്. ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുക മാത്രമല്ല, പരോളും ഇല്ല, ജാമ്യവും ഇല്ല. കാരണം ഒരു സിറ്റി ക്രിമിനൽ ആയതുകൊണ്ട് മറ്റു വേറെ 14 കേസ് എനിക്കുള്ളത് കൊണ്ട്, മൊത്തം 15 കേസ്, 14 കേസ് ഉള്ളത് കൊണ്ടും ഇവനെ പുറത്തു വിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യവും പരോളും നിഷേധിച്ചാണ് അകത്തിട്ടിരിക്കുന്നത്. അങ്ങനെ 13 ദിവസം അതിനകത്തൊന്നും കഴിഞ്ഞ് ജോലി തിരിക്കുമ്പോൾ എനിക്ക് വീവിംഗ് സെക്ഷനിലേക്ക് ജോലി തിരിച്ച അന്ന് 200 പേര് വീവിംഗ് സെക്ഷനിലേക്ക് ജോലി തിരിച്ചവരായിട്ടുണ്ട്. 200 തടവുകൾ. വെള്ളമുണ്ടും ഒരു വെള്ളയല്ല, ഒരു മഞ്ഞ കളർ കൂടിയ മുണ്ടും ഒരു ടീഷർട്ട് പോലത്തെ ഷർട്ടും ഇട്ട് അതില് നമ്പർ ഉടനെ എഴുതി 2567 എന്ന നമ്പറിന് ഡ്രസ്സൊക്കെ ധരിച്ച് അങ്ങോട്ട് 200 പേര് ലൈനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. വീവിംഗ് സെക്ഷനിലേക്ക് ജോലിക്ക് വേണ്ടി പോവുക. അപ്പൊ മെയിൻ ഗേറ്റ് കടന്നു വേണം, ഒരു റോഡിൽ കൂടെ വേണം അങ്ങോട്ട് പോകാൻ. അപ്പൊ ആ അകത്ത് കോമ്പൗണ്ട് മുഴുവൻ ജയിലിന്റെ ഏരിയ. അങ്ങനെ വീവിംഗ് സെക്ഷനിലേക്ക് പോകുമ്പോൾ ദൂരെ നിന്ന് ഒരു സീനിയോറിറ്റി ഉള്ള തടവുകാരൻ എന്നെ വിളിക്കുന്നു. സീനിയോറിറ്റി ഉള്ള തടവുകാരൻ എന്ന് മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മുടിയൊക്കെ വളർന്നു കാണും. അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, അദ്ദേഹം തടി അറക്കുന്ന ജോലി നോക്കുക, തടി അറക്കുക, വാള് കൊണ്ട് തടി. അപ്പോ ആ ജോലി നിൽക്കുന്ന അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഓർത്ത് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അഡ്മിഷൻ വരുന്നവരെ സീനിയോറിറ്റി ഉള്ള തടവുകാർ ഇടിക്കുന്നതായിട്ട് കണ്ടു. അതിന് വല്ലതും ആണോ എന്ന് വിചാരിച്ച് പേടിച്ച് മാറുക. പക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നു. അടുത്ത് ചെന്നപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ജോസഫ് മാത്യു. സ്ഥലം എവിടെയാണ്? ഞാൻ പറഞ്ഞു ആലപ്പുഴ. കേസ് എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊലക്കേസ്. അദ്ദേഹം എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാണ്, മകനെ, നീ ഇവിടെ വന്നതിൽ പ്രയാസപ്പെടണ്ട, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യം. ഒരു തടവുകാരൻ മറ്റൊരു തടവുകാരനോട് പറയുക, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യം. എന്റെ മനസ്സിലൂടെ പെട്ടെന്നൊരു ചിന്ത വന്നു, ഇദ്ദേഹത്തിന് മാനസികമായ എന്തോ അസുഖം. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവൻ മാത്രമല്ല, വൈദികനാകാൻ സെമിനാരിൽ കടന്നു പോയവൻ, അച്ഛന്റെ കൂടെ ഓൾട്ടർ ബോയ്സ് ആയിട്ട് കുന്തിരിക്കുന്നതായിട്ട് നടന്നവൻ. ഈ സമയത്തൊന്നും ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമില്ലായിരുന്നു. ഒരു സിറ്റി ക്രിമിനലായി, കൊലപാതകിയായി ജയിലിനകത്ത് വന്ന എന്നെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ തിരിച്ച് അന്ന് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് 4 മണിയായപ്പോൾ ജയിലിനകത്തേക്ക് തിരിച്ചു വരികയാണ്. എല്ലാവരും ഇതുപോലെ ലൈനായിട്ട് ഇങ്ങനെ കയറി വരിക. ലൈനായിട്ട് വന്നു. ജയിലിന്റെ മെയിൻ ഗേറ്റ് കടന്ന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം പറയും, ഞാൻ എൻ്റെ 8ാം നമ്പർ ബ്ലോക്കിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ജോലി തിരിച്ചവരാരും പിന്നെ ഈ ബ്ലോക്കിൽ കിടക്കാൻ പാടില്ല, അഡ്മിഷൻ ബ്ലോക്കിൽ കിടക്കാൻ പാടില്ല, അവരെല്ലാം ജനറൽ ബ്ലോക്കിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ബ്ലോക്കിലേക്ക് മാറ്റിയത് പറയും, ഇന്ന നമ്പർ ഇന്ന ബ്ലോക്കിലേക്ക് പോകും, ഇന്ന നമ്പർ ഇന്ന ബ്ലോക്കിലേക്ക് പോകും പറയും. 2567 ജോസഫ് മാത്യു 4ാമത്തെ ബ്ലോക്കിന്റെ 2ാമത്തെ മുറിക്കകത്ത് പൊക്കളാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. 4ാമത്തെ ബ്ലോക്കിലേക്ക് 2ാമത്തെ മുറിയിലോട്ട് ചെന്ന് എന്റെ പായും പാത്രങ്ങളും ഒക്കെ എടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ, അങ്ങോട്ട് ചെന്ന് ഞാൻ അതിന്റെ സ്റ്റെപ്പ് കയറുമ്പോൾ പെട്ടെന്ന് ഞാൻ അവിടെ നിന്നു. കാരണം എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത ഒരു സംഭവം ജയിലിനകത്ത് നടക്കും. ഞാൻ ചെല്ലുന്ന സെല്ലിനകത്ത്, കയറുന്ന സെല്ലിനകത്ത് നടക്കുകയാണ്. അതിനകത്തുനിന്ന് പാട്ടും പ്രാർത്ഥനയും. ഞാൻ എത്തി നോക്കുമ്പോൾ ആ സെല്ലിന്റെ മൂലയ്ക്ക് ഇരുന്നുകൊണ്ട് 20ഓളം പേര് കൈയടിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നു. എല്ലാവരുടെയും കയ്യിൽ ബൈബിളുണ്ട്, കറുത്ത ബൈബിൾ. അപ്പൊ ഞാൻ അന്നേരം എന്റെ മനസ്സിലൂടെ പെട്ടെന്ന് വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കറുത്ത ബൈബിളും പിടിച്ച് ഒച്ച ഉണ്ടാക്കുന്ന ഒരു പെന്തിക്കോസുകാരാണ്. അപ്പോ ഇവര് പുറത്തും സ്വസ്ഥത തരത്തില്ല, അകത്തും സ്വസ്ഥത തരത്തില്ലയോ എന്നൊരു ചിന്തയെ എന്നെ കഴിച്ചു. ഞാൻ പെട്ടെന്ന് അകത്തോട് എത്തി നോക്കിയപ്പം, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി ആ പ്രാർത്ഥന ലീഡ് ചെയ്യും. അപ്പൊ എനിക്ക് പെട്ടെന്ന് അരിശം വന്നു, ഇദ്ദേഹത്തിന്റെ മുറിയിലോട്ടാണോ എന്നെ കൊണ്ടുവന്നത്. എന്തായാലും ഞാൻ അകത്ത് കയറി ഇങ്ങനെ എവിടെ പായും പാത്രവും വെക്കേണ്ടെന്നുള്ള ഇങ്ങനെ നിൽക്കുമ്പോൾ, അദ്ദേഹം ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഇങ്ങനെ നോക്കിയിട്ടും പായ ഇന്നോടത്തോട് വെക്കുന്നതിന് കൈ കാണിച്ചു. അപ്പൊ എനിക്ക് തോന്നി, ഈ മുറിക്കകത്ത് എന്തോ അധികാരമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിടത്തോണ്ട് പാ വെച്ചു 30 പേര് ആ സെല്ലിനകത്ത് കിടപ്പുണ്ട്. 30 പേരുള്ള കിടപ്പ്. 30 പായ ഇങ്ങനെ നേരത്തെ 3 ലൈനായിട്ട് ഇട്ടിരിക്കുക, 10 അപ്പോ ഞാൻ അവിടെ എനിക്ക് നിശ്ചയിച്ച സ്ഥലത്തോണ്ട് പായൊക്കെ വെച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഓരോ ദിവസവും വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ ഇവിടെ വരും. ജോലി കഴിഞ്ഞ് വന്ന ഉടനെ 10-20 പേര് വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്.
അപ്പം എന്നെ ഒരു ദിവസം വൈകിട്ട് അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തിന്റെ പായിലിരുത്തി ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയാ കേസ് സംഭവങ്ങളെ ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വൈകിട്ടൂടെ പ്രാർത്ഥനയുണ്ട് വന്നിരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഓ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് എഴുന്നേറ്റ്. എനിക്കതൊരു മനസ്സ് വന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ ജയിലിനകത്ത് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പാലിച്ചിനകത്ത് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം 8 വർഷം ജയിലിനകത്ത് തടവറയിൽ ശിക്ഷ അനുഭവിക്കുക, 8 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് സീനിയോറിറ്റി ഒരാളാണ്. അദ്ദേഹത്തിന് മേസ്തിരി എന്ന സ്ഥാനം കിട്ടിയിട്ടുണ്ട്. 8 വർഷം കഴിഞ്ഞവർക്ക് മേസ്തിരി എന്ന സ്ഥാനം കിട്ടും. അതായത് അവിടുത്തെ ഒരു വാർഡന്റെ ഒരു പദവിയുണ്ട്. ആ ജയിലിനകത്തെ ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കാം. അതുപോലെ തന്നെ 30 ജയിലിനകത്ത് തടവറ സെല്ലിനകത്തെ കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പം അദ്ദേഹത്തിന് പ്രത്യേക റേഷനുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോ ഇദ്ദേഹം അവിടുത്തെ സീനിയോറിറ്റിയുള്ള ഒരു മേസ്തിരിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് അതിനകത്ത് നടക്കത്തുള്ളൂ. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നോരോന്നായി കടന്നുപോയി. എനിക്ക് ഭയങ്കരമായ ഒരു നിരാശ എൻ്റെ ഉള്ളിൽ. കാരണം എന്തെന്ന് വെച്ചാല് എല്ലാ ദിവസവും ജോലി കഴിയുമ്പോൾ ഇന്ന നമ്പർ, ഇത്ര നമ്പർ, ഇന്ന പേരിൽ ലെറ്റർ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ വന്ന് വിളിക്കും. അപ്പൊ ഓടിപ്പോയി ലെറ്റർ വാങ്ങി വിശേഷമൊക്കെ അന്വേഷിക്കുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ നോക്കും. 2567 നമ്പർ ജോസഫ് മാത്യു ലെറ്റർ ഉണ്ട് എന്ന് വിളിക്കുന്നത് നോക്കാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി ഓടിച്ചില്ല. പക്ഷെ ആരും എന്നെ ഒരു കത്തയച്ചു പോലും വിശേഷം അന്വേഷിക്കാനില്ലാതെ, ഒന്ന് ഇന്റർവ്യൂ കാണാൻ വരാനില്ലാതെ ഒറ്റപ്പെടൽ അതിനകത്ത് അനുഭവിക്കാനില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്റെ മാതാപിതാക്കന്മാർ എന്നെ നേരത്തെ തന്നെ, എന്റെ പിതാവ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ മോട്ടറുകൾ പോലും ഇടിവെട്ടേറ്റ് കത്തി നശിച്ചു പോകുന്നു, ഇവന്റെ തലയിൽ ഒരു ഇടിവെട്ടേറ്റ് കത്തി നശിച്ച് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഇത്രയും കേസൊക്കെ ഉണ്ടായി. പോലീസുകാരെ വീട്ടിൽ വരുന്നു, കള്ളു കുടിച്ച് പട്ടാപ്പകൽ റോഡിൽ കൂടെ നടന്ന് വല്ലവരെയൊക്കെ വെട്ടി ചോര ഒലിപ്പിച്ച് വീട്ടിൽ വരുന്ന വിഷയങ്ങളെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഇങ്ങനെ ഒരു ഈസ്റ്ററിനുണ്ടായ സംഭവം, ഒരാളെ വെട്ടിയേച്ചും ചോര ഒലിപ്പിച്ച് പട്ടാപ്പകൽ നടന്നു വരുന്ന കണ്ടോണ്ടാണ് എന്റെ അപ്പൻ ഇത് പറയുന്നത്. എന്റെ അപ്പൻ പറയുന്നത് എത്രയോ സ്ഥലങ്ങളിൽ മോട്ടറുകൾ പോലും ഇടിവെട്ടേറ്റ് കത്തി നശിച്ചു പോകുന്നു, ഇവന്റെ തലയിൽ ഒരു ഇടിവെട്ടേറ്റ് കത്തി നശിച്ച് കണ്ടാൽ മതി എന്ന് എന്റെ അപ്പൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇവൻ എനിക്ക് തന്നെ ജനിച്ചു പോയല്ലോ. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ സഹോദരങ്ങളൊക്കെ പേടിയാണ്. എപ്പോഴും എന്തെങ്കിലും ആയുധങ്ങൾ കയ്യിൽ കാണും. അങ്ങനെ നിരന്തരമായി നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലീസുകാർക്കും തലവേദനയായി ജീവിച്ച ഒരു അവസ്ഥ എനിക്കുണ്ടായി. ഒരു പ്രാന്തനെ പോലെ നടന്ന, എന്ത് ചെയ്യാൻ മടിയില്ലാത്ത, മദ്യപിച്ച അബോധാവസ്ഥയിൽ ഓടയിൽ വീണ് കിടക്കുമ്പോൾ പട്ടിയാണോ പന്നിയാണോ കൂടെ കിടക്കുന്നെന്ന് അറിയാൻ പാടില്ലാതെ സുബോധമില്ലാത്തവനായി, ബൈബിളിൽ പറയുന്ന ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ പോലെ ശവക്കല്ലറയിൽ കിടന്നു. സ്വന്തമായിട്ട് ഭൂതഗ്രസ്തൻ സ്വന്തമായിട്ട് ദേഹമൊക്കെ കല്ലുകൊണ്ട് കുത്തിക്കീറി, ഞാൻ സോഡാ കുപ്പി പൊട്ടിച്ച് കൈയൊക്കെ കുത്തിക്കീറി. മറ്റുള്ളവരെ കേസ് കൊടുക്കാൻ വേണ്ടിയാ കൈയൊക്കെ കുത്തിക്കീറി. എതിരാളിയെ കേസ് കൊടുക്കാൻ വേണ്ടി സ്വന്തമായിട്ട് സോഡാ കുപ്പി തല്ലി പൊട്ടിച്ച് കൈ കുത്തിക്കീറി ആശുപത്രി പോയി അഡ്മിറ്റാം. അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് ഒരു പ്രാന്തനെ പോലെ നടന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്നാൽ ജയിലിനകത്ത് വന്ന് പുറത്തായിരുന്നപ്പം ഒരുപാട് സുഹൃത്തുക്കൾ, പൈസ ഉണ്ടായിരുന്നു. അപ്പോ അകത്ത് വന്നപ്പോ ഒന്നുമില്ല. പുറത്തായിരുന്നപ്പോൾ മദ്യപിക്കാം, എന്തു ചെയ്യാം. പക്ഷെ അകത്തൊന്നും ഇല്ലാത്ത ഒരു നിരാശ, അന്വേഷിപ്പാനും ആരുമില്ല. വല്ലാത്തൊരു നിരാശ, ഒറ്റപ്പെടലിനകത്ത് അനുഭവിച്ചു. അങ്ങനെ വളരെ വേദനയോടെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സ് പെട്ടെന്നൊരു ചിന്ത വന്നു. എന്നെ ഇതിനകത്താക്കി സാക്ഷി പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തെ കൂടെ തീർത്തിട്ട് 29ഓളം സാക്ഷികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരാളെ മാത്രം എന്റെ ഉന്നം വെച്ച് ഒരാളെയെങ്കിലും ഈ ലോകത്ത് മാറ്റിട്ട് ആത്മഹത്യ ചെയ്യാൻ. കാരണം 25-ാമത്തെ വയസ്സിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് കിടക്കുക, 14 വർഷമെങ്കിലും കുറഞ്ഞത് കിടക്കണം. ഇനി പുറത്തിറങ്ങിയിട്ട് ഇനി എന്താ ജീവിതം, എന്നാണ് ഇന്നത്തെ പുറത്തിറങ്ങാൻ പറ്റുന്നത്? അപ്പൊ എന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു, ഇനി മരണം മാത്രം. ഒരാളെ കൂടെ തീർത്തിട്ട് മരിക്കുക, ഇതാണ് എന്റെ ചിന്ത. അങ്ങനെ അതിനകത്ത് കഴിയുമ്പോൾ ഒരു ദിവസം എന്റെ പായിൽ ഒരാൾ കടന്നു. അദ്ദേഹം വൈകുന്നേരം ജോലിയെ കഴിഞ്ഞ് അകത്ത് കയറിയ സമയത്ത് ആ പായിൽ ഒരാൾ കടന്നുണ്ട്. അദ്ദേഹം വീട്ടിൽ നിന്ന് വെച്ചു, ജോസഫ് മത്ത് എന്നല്ലേ പേര്? അതെ, ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടു. എവിടെ ജോലി? ഞാൻ പറഞ്ഞു ബീവിംഗ് സെക്ഷനിൽ. ഇങ്ങനെ വിശേഷം, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, വിശേഷങ്ങളൊക്കെ പറഞ്ഞു വളരെ നേക്കാട്ട് അദ്ദേഹം അടുത്ത് സ്നേഹത്തോടെ സുവിശേഷം പറയാൻ തുടങ്ങി. വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു സുവിശേഷം പറഞ്ഞ് യേശുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിസ്സാര സമയം, അല്പ നിമിഷം കൊണ്ട് യേശുവിന്റെ ജനനം മുതൽ മരണം വരെയും അദ്ദേഹം പറഞ്ഞു തീർത്ത്. എനിക്ക് തോന്നുന്നു ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അദ്ദേഹം പറഞ്ഞോളാം. അതുപോലെ സുവിശേഷം പറഞ്ഞിട്ട്
യേശുവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. ദൈവത്തോട് പാപത്തെ ഏറ്റുവേണം. പാപിയാൻ സമ്മതിക്കണം. യേശുവിന്റെ രക്തത്താൽ കഴിയണം. യേശു വാ കൊണ്ട് നീ ഏറ്റു പറയണം. യേശു രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ മിണ്ടാതിരിക്കുക, എനിക്ക് ചിരി വരുന്നു, മിണ്ടാതെ അങ്ങനെ ഇരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്നെ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കണം. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന, നിങ്ങൾ എവിടം വരെ പോകും എന്തുമാത്രം പറയുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ മിണ്ടായിരുന്ന, ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ അച്ഛന്റെ കൂടെ നടന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് അറിയാം. അദ്ദേഹം ഉടൻ എന്നോട് പറഞ്ഞ മറുപടി എന്നെ വളരെയധികം ടച്ച് ചെയ്തു. എന്നോട് അദ്ദേഹം പറയുകയാണ്, ജോസഫ് മാത്യു, നിനക്ക് യേശുവിനെ കുറിച്ച് അറിയാം, പക്ഷേ ഞാൻ യേശുവിനെ രുചിച്ചറിഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ യേശുവിനെ രുചിച്ചറിയുന്നത്? അതെന്നെ വല്ല കളിയാക്കുന്ന പഞ്ചാര വല്ലതുമാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം വീണ്ടും പറയാണ്, നീ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യേശുവിനെ കുറിച്ച് അറിയാം, എന്നാൽ നിന്റെ ഹൃദയത്തിൽ യേശു ഉണ്ട്. അതാണ് രുചിച്ചറിയൽ. നിന്റെ ഹൃദയത്തിൽ യേശു ഉണ്ട്. 25 വർഷമായിട്ട് അന്ന് വരെയും കേൾക്കാത്തൊരു ചോദ്യമാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടും, അതുവരെയും 25 വർഷം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടും ഈ തടവറയ്ക്കകത്ത് വരുന്നിടം വരെയും ഞാൻ കേട്ടിട്ടില്ല, നിന്റെ ഹൃദയത്തിൽ യേശു. ആ ചോദ്യം എന്നെ വളരെ ടച്ച് ചെയ്തു. എങ്കിലും എന്നോട് ഈ പറഞ്ഞ വ്യക്തിയുടെ മുമ്പിൽ അടിയറവ് പറയാൻ മനസ്സ് കാണിക്കാതെ ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ ഇന്ന് പോകുന്നതിന് എന്നെ വേണം, എന്നെ ശല്യം ചെയ്തു, എഴുന്നേറ്റ് പോകുന്നു പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ നേരത്തെ ഞാൻ ചോദിച്ചു, അതൊരു ബൈബിൾ എന്റെ തന്നു, ഒരു പുതിയ നിയമ ബൈബിൾ, നീല ബൈൻഡിട്ട് ഒരു പുതിയ നിയമ ബൈബിൾ എടുത്തിട്ട് തന്നിട്ട് പറഞ്ഞു, സമയം കിട്ടുമ്പോൾ ഇതെടുത്ത് വായിക്കണം, ഒരിക്കൽ നിന്റെ ജീവിതത്തിൽ ഇത് പ്രയോജനപ്രദമായി മാറും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചു. വളരെ നല്ല രീതിയിൽ സംസാരിക്കും അദ്ദേഹം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് നിനക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ആളെ അറിയാൻ പാടില്ല എന്നിട്ടാണ്. ഞാൻ പറഞ്ഞു, എന്താണെന്ന് പറ. എന്റെ പേരാണ് കരിക്കുമ്പില കൊലക്കേസിലെ മദ്രാസിലെ മോൻ എന്നറിയപ്പെടുന്ന റെന്നി ജോർജ്. റെന്നി ജോർജ് എന്ന മദ്രാസിലെ മോൻ എന്നൊക്കെ കേട്ടപ്പോ എനിക്ക് അദ്ദേഹത്തോട് എന്താണ് പറയാൻ, എങ്ങനെ കളിയാക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ളവന് നിങ്ങളുടെ സിനിമ ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ രണ്ടുപേരെ കൊന്നയിച്ചു വന്നിച്ച് എങ്ങനെ സുവിശേഷം പറയും, എന്താ യോഗ്യത എന്നൊക്കെ ചോദിച്ചു. ഉടനെ അദ്ദേഹത്തെ കളിയാക്കുന്ന പറഞ്ഞപ്പോ അദ്ദേഹം ഉടനെ ചാടി എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, ദിവസങ്ങളോളം അദ്ദേഹം തന്ന ബൈബിൾ തലയണക്കീഴിൽ വെച്ച് കേട്ടുന്നവൻ. ഓരോ ദിവസം ചെല്ലുന്തോറും എന്റെ ജീവിതത്തിൽ വളരെ സങ്കടവും പ്രയാസവും ടെൻഷനും എനിക്ക് എന്താണെന്നറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയും. അപ്പൊ ഈ എല്ലാ ദിവസവും അവധിയുള്ള ദിവസങ്ങളിലൊക്കെയും ഈ ജയിൽ ടവറിൽ വന്ന് ഇങ്ങനെ ഓരോരുത്തർ വിളിച്ചു പറയും, യേശു രക്ഷിക്കുന്ന ദൈവം, യേശു സമാധാനം നൽകുന്ന, യേശു സന്തോഷം നൽകുന്ന ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറയും. എന്റെ മനസ്സിലൂടെ കടന്നുപോലും ഇവരൊക്കെ വിളിച്ചു പറഞ്ഞ് യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ, യേശു ക്രിസ്തു സമാധാനം നൽകുന്നവനാണെങ്കിൽ, സന്തോഷം നൽകുന്നവനാണെങ്കിൽ, എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ടും എന്റെ ജീവിതത്തിൽ മാറ്റമില്ല, എന്റെ ജീവിതത്തിൽ സമാധാനമില്ല? യേശു ക്രിസ്ത്യാനികളുടെ ദൈവം എന്നുള്ള ചിന്തയാണ്. അപ്പോ ആ ചിന്തയിൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ടും എന്തുകൊണ്ട് ഈ യേശു എന്റെ ജീവിതത്തിൽ സമാധാനം നൽകുന്നില്ല, എന്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നില്ല? ഇതാ എന്നെ ചിന്ത ഭരിക്കുക. അപ്പോ അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ വൈകുന്നേര സമയമായപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ യേശു എന്നെ ഒന്ന് മാറ്റുകയാണെങ്കിൽ, ഈ യേശു ദൈവമാണെങ്കിൽ, ഈ യേശു എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ, ഒരു സമാധാനം സന്തോഷം നൽകിയ, ഞാൻ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കും. അങ്ങനൊരു തീരുമാനത്തോടെ 1993 മെയ് മാസം 12-ാം തീയതി ഞാൻ അങ്ങനെ കിടന്നു. അതുവരെയും രാത്രിയാമങ്ങളിൽ ഉറക്കം വരാത്ത ഞാൻ, ഈ യേശു ദൈവമാണെങ്കിൽ, ഈ യേശു എന്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചാൽ ഞാൻ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്നൊരു തീരുമാനമെടുത്ത് അന്ന് രാത്രി ഞാനൊന്ന് ഉറങ്ങി. വെളുപ്പിന് 5 മണിയായപ്പോൾ ആരോ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ബൈബിൾ വായിക്കണം എന്നുള്ള ചിന്ത വന്നു. അപ്പൊ റെന്നി ജോർജ് തന്ന ബൈബിളിനെ കുറിച്ച് ഓർമ്മ വന്നു, ചാടിയെടുത്തു. താളുകൾ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആൾട്ടർ ബോയ്സ് ആയിട്ട് കൂടിക്കൊണ്ടിരുന്നപ്പോൾ പഞ്ചാംഗം നോക്കി സുവിശേഷം അച്ഛനെടുത്ത് കൊടുക്കുകയും ലേഖനം ഞാൻ വായിക്കുകയും ചെയ്യുന്ന പതിവ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എങ്കിലും ബൈബിൾ അപ്പോൾ എന്ത് വായിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത ആളുകൾ മറിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ആരോ ഉപയോഗിച്ച ബൈബിളായിരുന്നു, ഒരുപാട് വാക്യങ്ങൾ അടിവരയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ചെന്നപ്പോൾ അത് അടിവരയിട്ട് വെച്ചിരിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചു, ഞാനൊന്ന് വായിച്ചു. ഞാൻ വാതിക്കൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുത്ത് ചെല്ലുകയും അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും എന്നുള്ള വാക്യം വീണ്ടും വീണ്ടും വായിക്കുവാനുള്ള പ്രേരണയുണ്ടായി. അത് 2-3 ആവർത്തി വായിച്ചു കഴിഞ്ഞു.
ഞാനതങ്ങ് മടക്കി വെച്ചു. അപ്പോൾ ഒരു ചിന്ത എന്നെ ഭരിക്കുവാൻ തുടങ്ങി. എന്റെ അടുത്ത് വരുന്ന ഒരു ദൈവമാണ്. അതുവരെയും എന്റെ അടുത്ത് വരുന്ന ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. എന്നെയും കൊണ്ട് എന്റെ മാതാപിതാക്കന്മാർ അനേക പുണ്യ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവസാനം എന്റെ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഒടയതമ്പുരാൻ താഴോട്ടിറങ്ങി വന്നാലും ഇവൻ നന്നാകത്തില്ല. എന്നെ അറസ്റ്റ് ചെയ്ത പുളുങ്ങുന്നിലെ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മുരളീധരൻ സാർ എന്നെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: എന്റെ ഒരു ഇടി കൊള്ളാനുള്ള ആരോഗ്യം നിനക്കില്ല, പക്ഷേ നീ എന്റെ ഇടി കൊള്ളാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയപരമായും ഭൗതികപരമായും ഒക്കെ പല സ്ഥലങ്ങളിൽ നീ ബ്ലോക്ക് ചെയ്തു. പക്ഷേ മുകളിൽ ഒരുത്തിന് ഇരിപ്പുണ്ടെന്ന് നീ ഓർത്തുകൊള്ളുക, അവൻ നിന്നെ പിടിച്ചുകൊള്ളും. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് എന്താണെന്നറിയാമോ? ഈ മുകളിൽ ഒരു മുരളീധരൻ സാറ് പറഞ്ഞ മുകളിലിരിക്കുന്ന ദൈവം എന്റെ പിതാവ് പറഞ്ഞ ഒടയതമ്പുരാൻ 1993 മെയ് മാസം 13 വെളുപ്പിന് 5 മണിക്ക് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രലിന്റെ നാലാമത്തെ ബ്ലോക്കിന്റെ 2ാമത്തെ മുറിക്കകത്ത് ഇറങ്ങി വന്ന് എന്നെ പിടികൂടിക്കൊണ്ടാ ഇന്നും ജീവനോടെ ഞാൻ ഇന്നും ഈ ആരോമ ടിവിയുടെ മുമ്പിൽ ഇരിക്കുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചത് അന്ന് എന്നെ പിടികൂടിയോണ്ട് മാത്രം. ഇല്ല എങ്കിൽ ഈ ലോകത്ത് നിന്ന് എപ്പോഴേ ആരുടെയെങ്കിലും മാരകായുധത്താൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട സമയം കഴിഞ്ഞു. ദൈവത്തിന്റെ ഭയങ്കര പദ്ധതിയായിരുന്നു. അപ്പൊ ഞാൻ അന്ന് വെളുപ്പിന് എഴുന്നേറ്റ് ഇങ്ങനെ ഈ വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലൂടെ വന്നു, ഇതെങ്ങനെ എന്റെ ഈ വലിയവനായ ദൈവം, ഇങ്ങനെ ഒരു അടുത്ത് വരുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, എന്റെ അടുത്ത് വരുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് വലിയവനായ ഒരു ദൈവമാണല്ലോ. അതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു ദൈവമാണ് ബൈബിളിൽ പറയുന്നത്, എന്റെ അടുത്ത് വരുന്ന ദൈവം. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിച്ചാൽ, ഞാൻ അന്നൊരു തീരുമാനമൊക്കെ ആ ജീവിതത്തെ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിമറിച്ചാൽ ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുക. എന്റെ അടുത്ത് അപ്പൊ പെട്ടെന്ന് പിന്നെയും ഓരോ ചോദ്യങ്ങൾ എന്റെ ഉള്ളിലൂടെ കടന്നു പോകും. ഓരോ ചോദ്യങ്ങളും ഓരോ ചിന്തയും കടന്നു വരികയാണ്. ഈ ദൈവത്തിന് എങ്ങനെ എന്റെ അടുത്ത് വരാൻ കഴിയും? ഞാൻ ഒരു പാപിയാണല്ലോ, ഞാൻ ഒരു കൊലപാതകിയാണല്ലോ, ഞാൻ ഒരു തെറ്റുകാരനാണല്ലോ. ഈ തെറ്റുകാരനായ ഈ എന്റെ അടുത്ത് എങ്ങനെ ഈ വലിയവനായ ദൈവത്തിന് വരാൻ കഴിയും? അത് അടുത്ത ചോദ്യം. എന്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ചോദ്യം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. അപ്പൊ എങ്ങനെ എന്റെ അടുത്ത് വരാൻ കഴിയും? ഇത് വലിയവനായ ദൈവം അടുത്ത് വരുന്ന വലിയവനായ ദൈവത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന് എങ്ങനെ എന്റെ അടുത്ത് വരുവാൻ കഴിയും? ഞാൻ തെറ്റുകാരനാണ്. അന്ന് വരെയും ഇല്ലാത്തൊരു ചിന്തയാണ്. മജിസ്ട്രേറ്റ് കോടതി എന്നെ ജീവപര്യന്തം ശിക്ഷിക്കുമ്പോൾ ഏതാണ്ട് വലിയ കാര്യം ചെയ്തതുപോലെ കൈയും പൊക്കി പിടിച്ചിറങ്ങി വന്ന, വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞിറങ്ങി വന്ന, അകത്തു വന്ന ജയിലിനകത്ത് വെച്ച് ഈ ഒരു വലിയവനായ ദൈവത്തെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ ആദ്യമായി എന്റെ ഉള്ളിൽ ഒരു ചിന്ത വരുക, ഞാൻ തെറ്റുകാരനാണ്. പിന്നത്തേതിൽ ബൈബിൾ വായിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, വലിയവനായ ദൈവത്തെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ പാപബോധം ഉണ്ടാകും. കുറ്റവാളിയാണെന്നുള്ള ചിന്ത എന്നെ പഠിക്കും. അന്ന് വരെ ഞാൻ ചോദിക്കുന്നവരോടൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, എന്റെ മുൻപിൽ വന്ന പ്രതികൂലം ഞാൻ വെട്ടിനീക്കി, അതൊരു ന്യായീകരണമായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ വലിയവനായ ദൈവത്തിന് മുമ്പിൽ ഒരു ന്യായീകരണവും ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഞാൻ തെറ്റുകാരനാണ് സംബന്ധിച്ചു. അറിയാതെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ചെയ്തു പോയ ഓരോ തെറ്റും ഓർമ്മ വന്നു. ഓരോ കുറ്റകൃത്യങ്ങളും ചെയ്തതൊക്കെ ഓർമ്മ വന്ന അറിയാതെ അതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കി, അതിന്റെ കാഠിന്യം മനസ്സിലാക്കി കരയാൻ തുടങ്ങി. എന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്തോ അതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകത, എന്തോ സംഭവിക്കുന്നു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ റെമി ജോർജ് പറഞ്ഞ വാക്യങ്ങളെല്ലാം ഓർമ്മ. ദൈവത്തോട് പാപിയാണ് സമ്മതിക്കുക, പാപത്തെ ഏറ്റുപറ, യേശുവിന്റെ രക്തത്താൽ കഴുകും. ഇതിങ്ങനെയെന്ന് കരയൂ, അതെല്ലാം പറയുക. യേശുവെ, ഞാൻ പാപിയാണ്, എന്റെ ജീവിതത്തിലെ ഒന്ന് മാറ്റം വരുത്തണം. അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവെ, നീ എന്റെ കർത്താവാണ്, എന്റെ രക്ഷിതാവാണ്. എന്റെ വാഹുടി ഏറ്റു പറയാൻ. 1993 മെയ് മാസം 13 വെളുപ്പിനെ 5 മണിക്ക് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം സന്തോഷിച്ചൊരു ദിവസമാണ്. ഒരു പാപിയുടെ നിലവിളി കേട്ട് പാപിയുടെ മാനസാന്തരം സ്വർഗം സന്തോഷിക്കുന്നു വചനം പറയുമ്പോൾ, എന്നെ പോലെയുള്ള ഒരു പാപി അവിടെ വെച്ചുള്ള നിലവിളി ദൈവം കേട്ട് സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിവസമായി. അപ്പോ ഞാൻ അവിടെ നിന്ന് കുറെ അധിക സമയം കരയുകയാണ്. പിന്നത്തേതിൽ ഞാൻ എന്റെ പായിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുന്നത് ഭാരം കുറഞ്ഞവനായി. അന്നുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സന്തോഷവും സമാധാനവും എന്റെ ഉള്ളിൽ വന്നു. ഒരു പുതിയ മനുഷ്യനായി. പൗലോസ്ലീഹ പറയുന്നത് പോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി സകലതും പുതുതാക്കിയിരിക്കുന്നു വചനം പറയുന്നത് പോലെ ഒരു പുതിയ മനുഷ്യനായി അവിടെ എഴുന്നേൽക്കുവാൻ ദൈവം ഭാഗ്യം. അടുത്തതും പിന്നെ അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ആരും ഇന്റർവ്യൂ വന്നില്ലേലും കത്തയച്ചില്ലേലും ഒരു പ്രശ്നമില്ല. എനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു ബോധം എന്റെ ഉള്ളിൽ, ഒരു വല്ലാത്തൊരു സന്തോഷം എന്റെ ഉള്ളിൽ വന്നു. അന്ന് മുതൽ ജോലിക്ക് പോകുമ്പോൾ
പണിസ്ഥലത്ത് എന്നിച്ച് ഞാൻ ബെഡ്ഷീറ്റ് അടിക്കുന്ന ജോലിയാണ്. എന്റെ ടാസ്ക് എന്ന് പറയുമ്പോൾ 2 ബെഡ്ഷീറ്റ് അടിച്ചാൽ മതി. 2 ബെഡ്ഷീറ്റ് അടിക്കുമ്പോൾ അന്നത്തെ ടാസ്ക് കഴിയും. പെട്ടെന്ന് 10 മണിയോടുകൂടി എന്റെ ബെഡ്ഷീറ്റ് അടിച്ച ടാസ്ക് തീർത്തിട്ട് കുറെ ട്രാക്റ്റും എടുത്തുകൊണ്ട് പുതിയ അഡ്മിഷൻ വന്നവരുടെ കൈത്തറി ചെന്നിരുന്ന് അവരുടെ നൂലൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കും, പൊട്ടിപ്പോകുന്ന നൂലൊക്കെ കെട്ടിക്കൊടുക്കും, വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും, ട്രാക്ട് കൊടുക്കും, അവരോട് സുവിശേഷം പറയും. ഓടി നടന്ന് ജയിലിനകത്ത് മുഴുവൻ സുവിശേഷം പറയുകയാണ്. ദൈവകൃപയാൽ 3-ാമത്തെ മാസം, രക്ഷിക്കപ്പെട്ട 3-ാമത്തെ മാസം ആർത്തിയോടെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന ഞാൻ ആ ജയിലിനകത്തെ ചാപ്പൽ സുവിശേഷം പ്രസംഗിക്കുവാൻ, ദൈവവചനം പ്രസംഗിക്കുവാൻ കർത്താവിന് കൃപ നൽകി. അതായത് എന്നെ കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി ആ ജയിലിനകത്ത്, ഞാൻ കിടക്കുന്ന മുറിക്കകത്ത് 20ഓളം പേര് പ്രാർത്ഥിക്കാനിരിക്കുന്നിടത്ത് കൂട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാനിരുന്നു. ബൈബിൾ തന്നു, ആ ബൈബിൾ വായിച്ചു. അദ്ദേഹം എന്നോട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു വാക്യമാണ്, ദൈവം ഇന്നും അത് നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, വചനം പ്രസംഗിക്കുക, അതാ ദൈവം നിന്നെ കുറിച്ച് പറയുന്നത് എന്ന് ആ പ്രാർത്ഥന ലീഡ് ചെയ്ത നെൽസൺ എന്നോട് പറഞ്ഞത്. ഇന്ന് ആ നെൽസൺ തിരുവനന്തപുരത്ത് പെരിങ്കടവിളയിൽ വിരാലി എന്ന സ്ഥലത്ത് IPCയിലെ പാസ്റ്ററാണ്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞ ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പോ ഞാൻ അവിടുന്ന് ദിവസങ്ങളോളം ആ ജയിലിനകത്ത് ഇങ്ങനെ ഓരോ ദിവസവും ചെന്ന് സുവിശേഷം പലരോടും പറയും. പിന്നെ ഓരോ സെല്ലിലും പ്രാർത്ഥന ലീഡ് ചെയ്യും. കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് വചന ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് നെൽസൺ റിലീസായി. ആ മുറിയിൽ നിന്ന് റിലീസായി, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക. അപ്പോ അദ്ദേഹം എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ പായിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഈ സ്ഥാനം നിങ്ങൾക്കുള്ളതാണ്. അദ്ദേഹത്തിന്റെ പാഠപുസ്തകവും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നടത്തുന്ന ആ പായുമെല്ലാം എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥന നടത്തും. അന്ന് മുതൽ ആ റൂമിലെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ഞാനായി മാറി. ദൈവത്തിന്റെ പദ്ധതി നെൽസൺ റിലീസ് ആകുമ്പോൾ ആ മുറിയിലെ പ്രാർത്ഥന നിന്ന് പോകരുത്. അതുകൊണ്ട് എന്നെ ഒരാളെ അതിനകത്ത് കൊണ്ടു. ദൈവം വെറുതെ ആരെയും വിളിച്ചിട്ടില്ല. ദൈവം ഒന്നും വെറുതെ ചെയ്യുന്നവനല്ല. ഞാൻ വിശ്വസിക്കുന്നു നമ്മെ എല്ലാവരും വിളിച്ചിരിക്കുന്ന ദൈവം വെറുതെ വിളിച്ചല്ല. ദൈവത്തിന് വലിയ പദ്ധതി. അപ്പോ ആ ജയിൽ അങ്ങനെ കിടക്കുമ്പോൾ 1994 എനിക്ക് സ്നാനപ്പെടണം, വചനം പഠിച്ചു സ്നാനപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. പക്ഷെ എനിക്ക് പരോളില്ല, ജാമ്യമില്ല. ഈ സമയത്ത് പെട്ടെന്ന് എമർജൻസിയായി ജയിലിൽ സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ വരുന്ന ദാനിയൽ മാത്യു എന്ന് പറയുന്ന ഒഫീഷ്യൽ നെയിം ദാനിയൽ മാത്യു, സണ്ണി എന്ന് വിളിക്കും, അദ്ദേഹം അവിടെ വന്ന് എന്റെ ആഗ്രഹം പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കട്ടെ, പരോള് കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പുറത്തിറങ്ങി എമർജൻസി ആയിട്ട് 10 ദിവസത്തെ പരോള് എന്നെ പുറത്തിറക്കി സ്നാനപ്പെട്ടു. അതിനുശേഷം അകത്ത് കയറി ജയിലിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് മറ്റു 14ഓളം കേസുള്ളത് കൊണ്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ജയിലിൽ നിന്ന് തന്നെ വിലങ്ങണിഞ്ഞ കൈകളാൽ ജയിലിൽ നിന്ന് വിലങ്ങണിഞ്ഞ് പോലീസിന്റെ വലിയ വണ്ടിയിൽ വൈകിട്ട് 5 മണിക്ക് ജയിലിൽ നിന്ന് ഇറക്കി പൂജപ്പുര തിരുവനന്തപുരത്തെ പാളയത്തുള്ള AR ക്യാമ്പിൽ കൊണ്ടിട്ട് വെളുപ്പിനെ 5:30 ബസ്സിന്, സൂപ്പർ ബസ്സിന് ആലപ്പുഴയിലും രാമങ്കരിലും ഒക്കെ കോടതിയിൽ കൊണ്ടുവരുന്ന പതിവുണ്ടായിരുന്നു. അപ്പൊ വിലങ്ങണിഞ്ഞാ കൊണ്ടുവരുന്നത്. അതൊക്കെ ഒരു വല്ലാത്ത സീനാണ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ വല്ലാത്ത സീനാണ്. അന്നൊക്കെയും വളരെ ഭയങ്കരമായും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പൊക്കെ പോലീസുകാരോടൊക്കെ ശരിക്കും തട്ടിക്കയറുമായിരുന്നു. ശരിക്കും ആ സമയങ്ങളിലാണ് പോലീസുകാരുടെ മർദ്ദനമുറ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. AR ക്യാമ്പിൽ കൊണ്ടുപോയി പട്ടിയെ പൂട്ടിയിടുന്നത് പോലെ കട്ടിലിൽ പൂട്ടിയിട്ടിട്ട് ബൂട്ടിട്ട് ചവിട്ടി ശരിയാക്കി. ഈ ശരീരത്തിൽ, എന്റെ ഈ ശരീരത്തിൽ പോലീസുകാരുടെ ബൂട്ടിട്ട് ചവിട്ട് കൊള്ളാത്ത സ്ഥലമില്ല. പക്ഷെ ഇന്നും കൃപയാൽ കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയും പരസ്യോഗം നടത്തിയിട്ടുണ്ട്. 14 ജില്ലകളിലും പരസ്യോഗം നടത്തിയിട്ടുണ്ട്. ശുശ്രൂഷയ്ക്ക് അനേക സ്ഥലങ്ങളിൽ ഓടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തും കർത്താവിനെ അയച്ചിട്ടുണ്ട്. ഇന്നുവരെയും വിശ്രമമില്ലാതെ കർത്താവിനോട് ഓടുന്നു, ഒരു ചുമ പോലും ഇല്ലാതെ, ഒരു ക്ഷീണമില്ലാതെ. അത് എന്റെ കഴിവുകൊണ്ടല്ല, യേശുക്രിസ്തുവിന്റെ രക്തം, പരിശുദ്ധ രക്തം ഔഷധമായി മാറ്റപ്പെട്ടു. ഇന്നും ഞാൻ ആരോഗ്യത്തോടെ നടക്കുന്നു. അപ്പം ആ സ്നാനപ്പെട്ട് അകത്ത് കയറി കഴിഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും ഞങ്ങൾ അവിടെ ജയിലിനകത്ത് പ്രാർത്ഥനയൊക്കെ നടത്തും. എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലൊക്കെയും വെളുപ്പിനെ ആലയത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് തിരിച്ചു വരത്തുള്ളൂ. ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥനയും നിലവിളിയും. ആ ജയിലിനകത്തെ ആരാധനയും നിലവിളിയും ഒന്നും ഇപ്പോൾ പുറത്തില്ല, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഭയങ്കരമായ നിലവിളിയോടെയുള്ള ആരാധനയാണ് ജയിലിനകത്ത് നടക്കുന്നത്. എന്നാൽ 1996 നവംബർ മാസത്തിൽ വൈകുന്നേര സമയമായപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് അകത്തിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ വന്നിട്ട് വിളിച്ചു. 2567 നമ്പർ ജോസഫ് മാത്യു ആരാണ്? ഞാൻ പറഞ്ഞു ഞാനാണ്. പായും പാത്രം എടുത്തു, നിങ്ങളുടെ കേസ് വെറുതെ വിട്ടു. അപ്പൊ കേസ് ഹൈക്കോടതിയിൽ എടുക്കുന്നു എന്നറിഞ്ഞു.
അപ്പോൾ അഡ്വക്കേറ്റ് എം എൻ സുകുമാരൻ നായരുടെ കത്ത് വന്നു, നിങ്ങൾക്ക് കേസ് ഹൈക്കോടതിയിൽ എടുക്കുന്നു, പക്ഷേ കേസ് വെറുതെ വിടത്തില്ല, കേസ് ഹൈക്കോടതി ശരിവെക്കും, 10-29 സാക്ഷികളുള്ളൂ അല്ലേ, പിന്നെ എങ്കിലും ഞാൻ ശ്രമിക്കട്ടെ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മൾ ചാപ്പലിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരും കൂടിയപ്പോൾ നമ്മളുടെ റെനി ജോർജ്, അതുപോലെ തന്നെ രാധാകൃഷ്ണൻ പാസ്, ഇവരെല്ലാവരും ഉണ്ട്, പിന്നെ നെൽസൺ, ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. എങ്ങനെ? എന്റെ തലയെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിന്റെ മകനെ ജയിലിനകത്തെ വേല തികച്ച് പുറത്തെ വേലയ്ക്ക് വേണ്ടി ഇവനെ ഞങ്ങൾ അയക്കുന്നു എന്ന് പറഞ്ഞു. കേസ് വെറുതെ വിടുമെന്നല്ല, കേസ് ശിക്ഷിക്കും, ഹൈക്കോടതി ശരിവെക്കുമെന്നാണ് വക്കീൽ പറയുന്നത്. പക്ഷെ നമ്മുടെ സഹോദരന്മാരെല്ലാം വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു, പിന്നെ പുറത്തെ വേലയ്ക്ക് ഞങ്ങൾ അയക്കുന്നു എന്നും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് ധൈര്യമായിട്ട് പോക്കുക, കേസ് വെറുതെ വിടുമെന്ന് പറഞ്ഞു വിട്ടു. അതേപോലെ തന്നെ നമ്മുടെ ആ വിശ്വാസം ദൈവം അങ്ങ് കണക്ക്. നമ്മുടെ വിശ്വാസം, നമ്മുടെ സഹോദരന്മാരുടെ വിശ്വാസം ഇന്നും ഞങ്ങളത് പറയും കാണുമ്പോൾ. അപ്പോ കേസ് വെറുതെ വിട്ടു, പായും പാത്രം എടുത്തോളാൻ പറഞ്ഞു. ഞാൻ എന്റെ പായും പാത്രമൊക്കെ എടുത്ത് എന്റെ മുറി ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്ന മുറി വന്ന് ഡ്രസ്സ് മാറി പുറത്തിറങ്ങി. ഒരു 750 രൂപ അവിടെ ജോലി ചെയ്തതിന്റെ ശമ്പളം കിട്ടാവുന്ന അതും മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് അപ്പോൾ അന്ന് മുതൽ എനിക്കൊരു തോൾ സഞ്ചി ഉണ്ടായിരുന്നു. ആ സഞ്ചിക്കകത്ത് ട്രാക്ട് കൊടുക്കും. അന്ന് മുതൽ ആ ദേശങ്ങളിലൊക്കെയും എല്ലാ വീടുകളും കയറി സുവിശേഷം പറയുകയും ട്രാക്ട് കൊടുക്കുകയും എന്റെ സ്വന്തം ദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായ ഒരുപാട് സംഭവങ്ങളാണ്. കാരണം എന്റെ വീട്ടുകാരെല്ലാം കാത്തലിസ്റ്റ് കുടുംബത്തിൽപ്പെട്ടവരാണല്ലോ. അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്റെ പുതിയ അടവാണ് ഇതെന്നുള്ള ചിന്തയായിരുന്നു. പുതിയ അടവാണ്, ആരും എന്നെ അംഗീകരിക്കുന്നില്ല. വളരെ പിന്നെ ജോലി എന്ന് പറയും, വീട്ടുകാർ പറയുന്നത് ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ നടന്നാൽ മതിയല്ലോ, അതുകൊണ്ട് എല്ലാവരെയും ഒന്നും പോറ്റിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല, ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ജോലിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. പൂർണ്ണസമയം സുവിശേഷ വേല ചെയ്തുകൊള്ളാം എന്നുള്ള തീരുമാനത്തോടെ ഇറങ്ങി ഞാൻ ഓരോ ജോലിക്ക് വേണ്ടി കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടുകാർ പറഞ്ഞു, നീ കല്യാണം കഴിക്കണം, അത് പെന്തക്കോസുകാരനാണെന്നുള്ള ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല, പുറത്തു പറയാൻ പാടില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് എനിക്ക് വഴങ്ങേണ്ടി വന്നു. സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വിവാഹം കഴിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ വീട്ടിനകത്ത് വലിയ പ്രശ്നങ്ങളായി. അവരെല്ലാവരും ഒറ്റപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒറ്റപ്പെടുത്തി. അവരെല്ലാവരും, എന്റെ സഹോദരങ്ങളും അപ്പനും അമ്മയെല്ലാം ഒറ്റക്കെട്ടായി. അന്ന് മുതൽ ഞാൻ ഭയങ്കരമായ വേദന, മാനസികമായ ടെൻഷൻ അനുഭവിച്ചു. ഞാൻ കമന്ന് കിടന്ന് കർത്താവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, കർത്താവ്, ഇത് എന്താണ്? എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ പറഞ്ഞത് എന്റെ വിവാഹം പോലെ തെറ്റുപറ്റിപ്പോയി. ഞാൻ കർത്താവിനോട് അങ്ങ് മാപ്പ് ചെയ്തു, കർത്താവ് ക്ഷമിക്കണം, എന്താണ് തെറ്റുപറ്റിപ്പോയി, ഇങ്ങനൊരു തെറ്റുപറ്റിപ്പോയി, അതാണോ എന്റെ ഈ വേദന? എന്തായാലും എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവസേന നിലവിളിച്ചു. കർത്താവ് എന്നെ അവിടുന്ന് എല്ലാം ഒന്ന് വിടുവിക്കുക. ബോംബെയിലേക്ക് പോകാൻ കർത്താവ് അവസരം. ബോംബെ ചെന്നു. ഞാൻ ആദ്യം ബോംബെ പോന്നു. കേവലം 35 രൂപയ്ക്ക് ജോലി അവിടെ കയറി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്റെ വൈഫിനെ ഞാൻ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ബോംബെയിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ഞാൻ ബന്ധുക്കോസുകാരനാണ്. അപ്പോ അവർ പറഞ്ഞു, നിങ്ങൾ എന്താ നേരത്തെ പറയാൻ? ഞാൻ പറഞ്ഞു, നിന്റെ ആങ്ങളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊലപാതക കേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബന്ധുക്കോസുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ആങ്ങളെ പറഞ്ഞില്ല, രഹസ്യമായി വെച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്യാമെന്നുള്ള വാക്കോടുകൂടി ഇറങ്ങി. നീ എൻ്റെ കൂടെ വന്നാൽ നമുക്ക് രക്ഷപ്പെടാം എന്ന്. അവൾ എന്തിയോ സമ്മതിക്കാതെ അവൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഇപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഇതുവരെയും അവളെ നിർബന്ധിച്ചിട്ടില്ല, ആ നിമിഷം വരെയും നിർബന്ധിച്ചിട്ടില്ല. ഒരിക്കൽ എന്റെ തൊണ്ടയ്ക്ക് ഒരു അസുഖം വന്നു. തൊണ്ട പഴുത്തു പൊട്ടി വെള്ളം പോലും ഇറക്കാൻ പാടില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നു. അതിനു മുൻപ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് തൊണ്ടയ്ക്ക് പഴുപ്പ് വരുന്നതിന് മുമ്പ് പ്രശ്നം, ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ വാടക ഓണർ വന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട അവസ്ഥ. കാരണം എന്റെ വൈഫ് ഭയങ്കര രോഗിയായി, ശ്വാസം മുട്ടൽ വന്നിട്ട് എപ്പോഴും ഹോസ്പിറ്റലിലാണ്. പണിയുന്ന വേലെടുക്കുന്ന പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കുക. അങ്ങനെ ഒരു രാത്രിയിൽ ഓണർ വന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. രാത്രിയിൽ 2 പേര് പെട്ടിയും പിടിച്ച് ഞാനും എന്റെ വൈഫും കൂടെ റോഡിൽ നിൽക്കുകയാണ്. അപ്പൊ എല്ലാം തീർന്നു, ഇനിയിപ്പോ രക്ഷയൊന്നുമില്ല, നമ്മൾ 2 പേരും പോയി മരിക്കുക. 2 പേരും കൂടെ കൈ പിടിച്ച് ബോംബെയിലെ നലസപ്പാറ, വീരാ റോഡിലെ നലസപ്പാറ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക, ചാടി മരിക്കാൻ പോവുക. രാത്രി 2 പേരും നടന്നു പോവുക. ഞങ്ങൾ അങ്ങോട്ട് പോകും. റെയിൽവേ സ്റ്റേഷൻ അടുക്കുന്നതിന് മുൻപ് ഒരു പാസ്റ്ററും കുടുംബവും ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് നടത്തുക.
ദൈവം അയച്ചിട്ട് ഒരുവൻ വന്നു എന്ന് പറഞ്ഞു നടന്നു വരിക. ഞങ്ങളെ കണ്ട ഉടനെ അവർക്ക് എന്തോ പന്തികേട് തോന്നി. എന്താന്ന് ചോദിച്ചു, വിശേഷങ്ങൾ ചോദിച്ചു. അപ്പൊ ഞങ്ങളങ്ങ് അറിയാൻ തുടങ്ങി. ഉടനെ ഞങ്ങളെ വിളിച്ചോണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവിടെ പിന്നെ ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞു വിളിച്ചു. ഞങ്ങൾ അവിടെ ആരാധനയ്ക്ക് കടന്നു തുടങ്ങി. അങ്ങനെ എനിക്ക് എന്റെ ഭാര്യ ഒരിക്കലും രക്ഷിക്കപ്പെടത്തില്ല. പക്ഷെ എന്നെ കിടപ്പിലാക്കി, എന്റെ തൊണ്ടയ്ക്ക് അസുഖം വന്നു, കിടപ്പിലാക്കി. ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ, നിനവേലേക്ക് പോകേണ്ട യോന തർശീസിലേക്ക് പോയാൽ എന്താ ഗതി? അതാ ദൈവം എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് നമുക്ക് നിനവേലേക്ക് പോയാൽ ശരിയാകത്തു, നീ എന്റെ കൂടെ വന്ന ശരിയാകത്തുള്ളൂ. അങ്ങനെ അവൾ സമ്മതിച്ചു, ദൈവസനെ സമർപ്പിച്ചു, സ്നാനപ്പെട്ടു. ബോംബെയിൽ വെച്ച് നല്ല അനുഗ്രഹമായിട്ട്, ഞങ്ങളുടെ കല്യാണത്തെക്കാട് ഇതായിട്ട് അനുഗ്രഹമായിട്ട് സ്നാനം നടന്നു. ബയന്തറിൽ വെച്ച് സ്നാനപ്പെട്ടു. തിരിച്ച് ഞങ്ങൾ മടങ്ങി വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് അവിടെ നേരിട്ട് ബൈബിൾ കോളേജ് കുടുംബമായി പഠിക്കുവാൻ നാഗ്പൂരിലെ മിഷൻ ഇന്ത്യയുടെ സജി കലൂക്കോ സാറിന്റെ മിഷൻ ഇന്ത്യയുടെ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. അവിടെ ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഭാര്യ നട്ടലിന് വേദനയോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടക്കുക, വേദന മാറുന്നില്ല. അവസാനം അവര് ഒരുപാട് ചെക്കപ്പ് ചെയ്തു, MRI ഒക്കെ എടുത്തു. അവസാനം റിസൾട്ട് വന്നു, അസ്ഥിക്ക് ക്യാൻസറാണ്, നട്ടലിന് ക്യാൻസറാണ്. കുറെ ചികിത്സകളൊക്കെ അവർ ചെയ്തിട്ട് അവസാനം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ സൈസാറിന്റെ അനിയനും അതുപോലെ സൈസാറിന്റെ അളിയൻ PD പാസ്റ്റർ ഒക്കെ വന്ന് ഒരുപാട് ഞങ്ങൾ സഹായിച്ചു. ഒത്തിരി ചെലവുകളെല്ലാം, ആശുപത്രി ചെലവെല്ലാം അവരായിരുന്നു. ഡോക്ടർ അവസാനം പറഞ്ഞു, PD പാസ്റ്ററോട് വിളിച്ചത് പറഞ്ഞു, രക്ഷയില്ല, ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയും, കുറച്ച് വിറ്റാമിൻ ഗുളിയൊക്കെ തരാം, കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എന്റെ വൈഫിനെയും കൊണ്ട് കാറില് PD പാസ്റ്റർ ഞങ്ങളുടെ റൂമിൽ കൊണ്ടുവന്നു, കോളേജിന്റെ റൂമിൽ കൊണ്ടുവന്നു. ഓരോ ദിവസം കഴിയുന്നതോടെ എന്റെ ഭാര്യയുടെ നില വളരെ ഗുരുതരമായി, കാലുകൾ തളർന്നുപോയി. ഒരു ദിവസം രാത്രി കിടന്നിട്ട് പിറ്റേ ദിവസം എഴുന്നേക്കാൻ പറ്റില്ല, കാലുകൾ കിടന്ന് വിറക്കിയ തളർന്നുപോയി. ഞാൻ കോരിയെടുത്ത് ദിനചര്യകൾക്ക് കൊണ്ടുപോവുകയും എടുത്ത് ചാരിയെടുത്ത് ഭക്ഷണം വാരി കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ഞാൻ 28 ദിവസം എന്റെ ഭാര്യ തളർന്നു. ഞാൻ എന്റെ കർത്താവിനോട്, എന്റെ ഭാര്യയെ കോരിയെടുത്ത് എന്റെ കർത്താവിനോട് ഞാൻ ഒന്നുകിൽ ഇവൾക്ക് സൗഖ്യം കൊടുക്കണം, അല്ലെങ്കിൽ ഇവളുടെ ജീവൻ എടുത്തോണം, എനിക്ക് ഈ വേദന കാണുവാൻ കഴിയത്തില്ല ദിവസം കരയുകയാണ്. അതിനുശേഷം എന്റെ റൂമിലേക്ക് പാസ്റ്റർ PD ജോസഫും വൈഫും കൂടെ കടന്നു വരും. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭാര്യ പറയാ, അച്ചായ, എന്റെ കാലിൽ നിന്ന് ആവി പറന്നു പോകുന്നത് പോലെ തോന്നുന്നു, എന്റെ കാല് വിയർക്കുവാൻ തുടങ്ങി. ആരോ എന്റെ ചെവിയിൽ പറയുന്നു, എഴുന്നേൽക്ക മകളെ എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേൽക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ആ വിവരം പാസ്റ്റർ അടുത്ത് പറഞ്ഞു. പാസ്റ്റർ കരം കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. പൂർണ്ണ സൗഖ്യമുള്ളവളായി എന്റെ ഭാര്യ എഴുന്നേറ്റ് നടക്കുവാൻ. ഇവൻ ഡോക്ടറെ എല്ലാ ദിവസവും വീട്ടിൽ വരാറുണ്ട്, റൂമിൽ വന്ന് കാണാറുണ്ട്. പക്ഷെ അടുത്ത ദിവസം ഡോക്ടർ വന്നപ്പം എന്റെ ഭാര്യ ലില്ലിക്കുട്ടി നടന്നു പോകുന്നു, ബാത്റൂമിലൊക്കെ പോയി നടക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഈ ഡോക്ടർ പറയാ, ഇതെന്ത് സംഭവിച്ചു? നിങ്ങളുടെ ദൈവം വലിയവനായ ദൈവമാണല്ലോ. പുള്ളിക്ക് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പം PD പാസ്റ്റർ, ഇതാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ വന്ന് ഹോസ്പിറ്റലിൽ അവർ പറയുന്നിടത്തെല്ലാം നടന്നു കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് വളരെ കുറച്ചുകൂടെ വിറ്റാമിൻ ഗുളിക കൊടുത്തു. അവർക്ക് സന്തോഷത്തിൽ അവർ പറഞ്ഞു വെച്ചു. ഇവിടെ വന്ന് അന്ന് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തലമുറയൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് ബൈബിൾ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക്, എന്റെ ആഗ്രഹം നാട്ടിൽ വന്നിട്ട് വീട്ടിലെ ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ വെക്കാം, വീട്ടിൽ വന്ന സുവിശേഷ പ്രവർത്തനം നടത്താം എന്നൊരു ആഗ്രഹത്തോടെ ഞാൻ വീട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും വരികയാണ്. 2001 വീട്ടിലേക്ക് വരിക. 2001 വീട്ടിൽ വരുമ്പോൾ എന്റെ അമ്മയും അപ്പനും പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നതോ പോയി, വന്നതും പോയോ എന്ന് ചോദിച്ചു. അപ്പോ ഞങ്ങൾ രണ്ടുപേരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. പക്ഷേ വീട്ടിൽ ഒരു ദിവസം ഒരു പ്രാർത്ഥന വീട്ടിൽ വെച്ച് അന്ന് തന്നെ പള്ളിയിൽ നിന്ന് അച്ഛനും അവിടുത്തെ കാര്യസ്ഥന്മാരൊക്കെ കടന്നു വന്നു. ആരോ പറഞ്ഞു വീട്ടിൽ പ്രാർത്ഥന, ബന്ധുക്കോസിന്റെ പ്രാർത്ഥന വെച്ചെന്ന് പറഞ്ഞനുസരിച്ച് വന്നു. എന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഇവനെ വീട്ടിൽ താമസിപ്പിക്കാൻ ഒക്കത്തില്ല, വീട്ടിൽ താമസിപ്പിച്ചാൽ നിങ്ങളെ പള്ളിയിൽ അടക്കം ചെയ്യത്തില്ല, 2 സഹോദരിമാരുണ്ട്, പെങ്ങന്മാരുണ്ടല്ലോ, ഇവരെ എങ്ങനെ ഉണ്ട്, അവിടെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് 2001 ജനുവരി മാസം 16-ാം തീയതി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി. എന്നെ ഭാര്യ
ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു പൊട്ടിയ 2 ഫൈബറിന്റെ പ്ലേറ്റും ഒരു ചെറിയ കലവും എൻ്റെ ഭാര്യ നിലത്ത് വീണെന്ന് പെറുക്കിയെടുത്ത് വെച്ച പഞ്ഞി കൊണ്ടൊരു തലേണ ഉണ്ടാക്കി തലേണ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ എന്നോട് ഭാര്യ ചോദിച്ചു, എൻ്റെ കൂടെ പോരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാരണം ഉണ്ടെങ്കിൽ കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് നല്ലൊരു വീടൊക്കെ വാടകയൊക്കെ എടുത്തിട്ട് സാവധാനം വിളിക്കാം എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ ജീവനെ മടക്കി തന്ന ദൈവം എന്നെ പുലർത്തുവാൻ മതിയായിരുന്നു. എന്റെ കരം പിടിച്ച് അവൾ ആലപ്പുഴയിൽ പാതിരപ്പള്ളി എന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്നു. അവിടെ ഒരു പാസ്റ്റർ പരിചയമുണ്ടാണ്, IPCയിലെ ഒരു പാസ്റ്റർ പരിചയമുണ്ടാണ്. ആ പാസ്റ്റർ ഞങ്ങൾക്കൊരു വാടകയ്ക്ക് ഒരു വീട് എടുത്തു തന്നു. 750 രൂപ വാടകയാണ്. വാടക എങ്ങനെ കൊടുക്കുമെന്ന് അറിയത്തില്ല, എല്ലാ കാര്യങ്ങളും എങ്ങനെ നടന്നു പോകുമെന്ന് അറിയത്തില്ല. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം അത്ഭുതകരമാണ്. ഞങ്ങളെ 2 പ്ലേറ്റ് പൊട്ടിയ പ്ലേറ്റ്, ചെറിയ കലം, പിള്ളേര് കഞ്ഞും കൂട്ടാൻ കളിക്കുന്നത് പോലെ കാപ്പി അനത്തും അത് കഴുകി അതിനകത്ത് അരിയിട്ട് കഞ്ഞി. വേറെ പാത്രങ്ങളൊന്നുമില്ല, ഒരു കസേരയില്ല, കിടക്കാൻ കട്ടിലില്ല, ഇങ്ങനെ കഴിയുകയാണ്. എനിക്ക് ഇഷ്ടം പോലെ മീറ്റിംഗും ഉണ്ട്. ഞാൻ മീറ്റിങ്ങിനൊക്കെ പോകും, പരസ്യത്തിന് പോകും, ഉപവാസ പ്രാർത്ഥന സൂക്ഷിക്കാൻ പോകും. ഇങ്ങനെ ചർച്ച് മിനിസ്ട്രി ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ മീറ്റിംഗ്. എല്ലാ ബുധനാഴ്ചയും വീട്ടിൽ പ്രാർത്ഥന വെക്കും. അടുത്തുള്ള സഭയിലെ വിശ്വാസികൾ വരും, പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവരും. അവ അങ്ങനെ പ്രാർത്ഥന വെച്ചുകൊണ്ടിരുന്നു. എല്ലാ ബുധനാഴ്ചയും പ്രാർത്ഥനയ്ക്ക് കുറഞ്ഞ ഒരു 30-40 പേരെങ്കിലും വരുവാൻ. അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, എല്ലാ ബുധനാഴ്ചയും ഭക്ഷണം കൊടുക്കും. പക്ഷെ അതിനെല്ലാം ദൈവം വഴികളെ തുറക്കും. എല്ലാം അതിശയകരമായി നടത്തും. വലിയൊരു വീട് ദൈവം തന്നതാണ്. 750 രൂപ വാടക വീട്ടിൽ തന്നു. ആ വീട്ടിൽ ഒരു ദിവസം ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. 4 മാസം വാടക കൊടുക്കാൻ 3000 രൂപ കൊടുക്കാൻ കയ്യിലില്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു 300 രൂപ ഉണ്ട്. ആ 300 രൂപ ആയിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിൽ ഒരു മീറ്റിങ്ങിനെ വിളിച്ചു. ഒരു ഞായറാഴ്ച മീറ്റിങ്ങിന് വിളിച്ചു. ആ മീറ്റിംഗിൽ ഞാൻ മുൻപോട്ട് തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് ചെന്നേച്ച് അന്ന് രാത്രിയിൽ 2 നില കെട്ടിടവാ. മേൽത്തെ നിലയിൽ ഒരു പാസ്റ്റർ, എന്നെ വിളിച്ച പാസ്റ്റർ താമസിക്കും, താഴെ വേറൊരു പാസ്റ്റർ താമസിക്കും. മേൽത്തെ നിലയിൽ കിടന്ന് അന്ന് രാത്രിയിൽ എൻ്റെ കയ്യിലോട്ട് 1000 രൂപ പാസ്റ്റർ, എന്നെ വിളിച്ച പാസ്റ്റർ എടുത്തു. ആ 1000 രൂപയായിട്ട് ഞാൻ കിടന്നുറങ്ങുമ്പം ഞാൻ 2 മണിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം. ഞാൻ കിടന്ന് പ്രാർത്ഥിക്കാൻ 2 മണിക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോ എൻ്റെ ചെവിക്കകത്ത് ആരോ പറയും, ഇതാണോ നിന്റെ ദൈവം? നീ വീട്ടിൽ എങ്ങനെ കൊണ്ടുപോയി വാടക കൊടുക്കും? ഇതാണോ നിന്റെ ദൈവം? നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിറങ്ങി പോന്നല്ലോ, ദൈവം കരുതുമെന്നൊക്കെ പറഞ്ഞു. ഇതേത് ദൈവമാണെന്നൊക്കെ ചോദിച്ച് പിശാച് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി, പിശാചേ, നീ ഞാനുമായിട്ട് യാതൊരു ഇടപാടില്ല. എന്റെ കാര്യം മുഴുവൻ എൻ്റെ അപ്പനുമായിട്ട്, എന്റെ ഇടപാടും എൻ്റെ അപ്പനുമായിട്ട്. ഇവിടെ എന്റെ കർത്താവ് പ്രവർത്തിച്ചില്ലെങ്കിൽ എൻ്റെ അപ്പൻ വീട്ടിൽ പ്രവർത്തിച്ചു എന്നും പറഞ്ഞ് കിടന്നു തുടങ്ങി. വെളുപ്പിനെ വീണ്ടും എഴുന്നേറ്റ് ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുമ്പോൾ താഴെ താമസിക്കുന്ന പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ കയറി നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. ചായ കുടിക്കാൻ കയറി പ്രാർത്ഥിച്ചു ഇറങ്ങുമ്പോൾ ഒരു കവർ അദ്ദേഹം എടുത്ത് വണ്ടിക്കൂലി കയറി ഇരിക്കണം. ആ കവറുമായിട്ട് ഞാൻ നേരെ തമ്പാനോട് വന്ന് ബസ് സ്റ്റാൻഡ് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറി. ആ കവർ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് വാടക കൊടുക്കുമ്പോൾ 3000 രൂപ. എന്റെ കർത്താവ് കരുതുന്ന ദൈവമാണ്. അവൻ ആരെയും രചിപ്പിക്കുന്ന ദൈവമല്ല, ആർക്കും കടക്കാരനല്ല എൻ്റെ ദൈവം. അപ്പൊ ഞാൻ ആ വീട്ടിൽ വന്നു. അങ്ങനെ ദിവസങ്ങളോളം ഞങ്ങൾ അവിടെ വർഷങ്ങളോളം നമ്മൾ താമസിച്ചു. ഞങ്ങൾക്ക് തലമുറയില്ലായിരുന്നു. ഞാൻ 21 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ എറണാകുളത്ത് മരടുള്ള PS ഹോസ്പിറ്റലിലെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്ക് തലമുറ ഉണ്ടാകത്തില്ല, എത്രയും പെട്ടെന്ന് ഒരു സർജനെ കണ്ട് ചികിത്സിക്കണം. 5 വർഷമായി ഞങ്ങൾക്ക് തലമുറയില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ വേണോ വേണ്ടയോ ചികിത്സിക്കാനൊന്നും പോകുന്നു, എന്തായാലും ചികിത്സിക്കാൻ പോകുന്നില്ല, ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, ദൈവം തലമുറ തരട്ടെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 21 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്ത് പോർട്ട് കൊച്ചിയിലുള്ള ന്യൂ ഇന്ത്യ ചർച്ചുള്ള CX ബിജു അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരുമ്പോൾ അദ്ദേഹം എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, 2003 ജനുവരിയിൽ നിങ്ങൾക്ക് തലമുറ. ഈ 2003 ജനുവരി എന്ന് അദ്ദേഹം പറയും തലമുറ ഉണ്ടെന്ന്. ഇതേപോലെ തന്നെ 2002 ഫെബ്രുവരി മാസം ഞാൻ ആലപ്പുഴയിൽ മുനിസിപ്പൽ മൈതാനിയിൽ സുരേഷ് ബാബു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്റ്റേജിലേക്ക് ഇവിടെ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ദൈവാസന്മാരെ എല്ലാം വിളിച്ചു. ആ ദൈവാസന്മാരെല്ലാം കയറി വന്നു, ഞാനും കയറി ചെന്നു. അദ്ദേഹം മുട്ടുകുത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം ഞങ്ങളുടെ എല്ലാം തലയെ കൈവച്ചു ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ തലയെ കൈവച്ചു പറഞ്ഞു, ഇത് 2002, അടുത്ത വർഷം 2003 നിങ്ങൾക്കൊരു തലമുറയുണ്ടെന്ന്. വീണ്ടും അതേ ദൂത് തന്നെ വീണ്ടും ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ വൈഫ് എന്തോ ഒരു ചെറിയൊരു 2002 ഒരു ചെറിയ സംശയം പറഞ്ഞനുസരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പം
ഡോക്ടർ പറഞ്ഞു, ആലപ്പുഴയിലെ ഡോക്ടർ പറഞ്ഞു, 4 മാസം ഗർഭവതിയാണ്, നിങ്ങൾക്ക് 5 വർഷമായിട്ട് തലമുറയില്ലാതെ നല്ലേ, ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു കേട്ടോ, ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. കിടക്കാൻ ഒരു പാവം ഇല്ലാത്ത ബെഡ് ഇല്ലാത്ത ബെഡ് റെസ്റ്റ് എടുക്കും. അപ്പൊ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചു പോരുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു നവംബർ മാസമൊക്കെ ആയപ്പോൾ എന്റെ ഭാര്യയ്ക്ക് വല്ലാത്തൊരു പ്രയാസം, ചുമ വന്നു, വളരെ പ്രയാസമായി. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അഡ്മിറ്റ് ആക്കണം, നവംബർ അവസാനത്തേക്ക് പെട്ടെന്ന് അഡ്മിറ്റ് ആക്കണം, ന്യൂമോണിയ കൂടി, മൊത്തം നീരാണ്, ഇത് ഏതെങ്കിലും ഒന്നേ കിട്ടത്തുള്ളൂ, കുട്ടിയെ കിട്ടുമോ തള്ളയെ കിട്ടുമോ അറിയത്തില്ല, അതുപോലെ സീരിയസ് ആയി. 2002 ഡിസംബർ മാസം 14-ാം തീയതി ഡോക്ടർ വന്നിച്ച് പറഞ്ഞു, പരിശോധിച്ചിട്ട് പറഞ്ഞു കുട്ടി മരിച്ചുപോയി, ഓപ്പറേഷൻ ചെയ്ത് കളയണം. എന്റെ മനസ്സിൽ ദൈവം പറഞ്ഞത് 2003 ജനുവരി തലമുറ തരുമെന്നോ, 2002 ഡിസംബറിൽ എടുത്തു കളയുമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കരഞ്ഞോട്ട് പ്രാർത്ഥിക്കാറുണ്ട്. മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ലളിതാംബിക ഡോക്ടർ എന്റെ ഭാര്യയും കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണ്. 2002 ഡിസംബർ മാസം 14-ാം തീയതി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് 5 മണിയാകുമ്പോൾ കയറ്റി. ഞാൻ മെഡിക്കൽ കോളേജിന്റെ മതിലിന് ചുറ്റും, എന്റെ വീട്ടിൽ നിന്നും ആരുമില്ല, എന്റെ വൈഫിന്റെ വീട്ടിൽ നിന്നും ആരും, മതിലിന് ചുറ്റും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പാട്ട് എന്റെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അപ്പാ നീ ആശ്രയം, ഈ പാട്ടിൽ ഏഴയ്ക്ക് കൈപ്പേരിടുന്നതാ ജീവിതം എന്ന പാട്ട് പാടി നടക്കുക. 7 മണിയായപ്പോൾ എന്നെ വീണ്ടും വിളിച്ചു, ആരെ, ലില്ലിപ്പുഴയുടെ ഭർത്താവ്. ഞാൻ ഓടിച്ചു. അനക്കമുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചിറക്കിക്കൊണ്ട് വരുവായിരുന്നു. അനക്കമുണ്ടെന്ന് എന്റെ കർത്താവ് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാൻ, അവൻ വാക്ക് മാറാൻ മനുഷ്യനല്ല, അവൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവൻ. 2003 ജനുവരി മാസം 12-ാം തീയതി, അന്ന് ഞായറാഴ്ചയാണ്, ഉച്ചയ്ക്ക് 12:35 നോർമൽ ഡെലിവറിയോടുകൂടി ഒരു ആൺപൈതലിനെ ദൈവം എനിക്ക് തന്നു. അവന്റെ പേര് ബ്ലസൻ. ഇന്ന് അവൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ തയ്യാറായി. അതേപോലെ തന്നെ 2005 ജനുവരി മാസം 14-ാം തീയതി വീണ്ടും ഒരു ആൺപൈതലിനെ കർത്താവ്, അവന്റെ പേര് ജോഷുവ, 2 ആൺകുട്ടി. ലോകം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ശാസ്ത്രം പറഞ്ഞു തലമുറ തരില്ല, കിട്ടത്തില്ല. പക്ഷെ എന്റെ ദൈവം പറഞ്ഞു നിനക്ക് തലമുറ തരുന്നു. അവൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവൻ. അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ അവിടുന്ന് എല്ലാം വാടക വീടൊക്കെ വിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ, ഞങ്ങളുടെ പപ്പായും മമ്മിയൊക്കെ താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെ ഒരു വാടക വീട് കർത്താവ് തന്നു. അങ്ങോട്ട് പോയത് ഞങ്ങൾ ചെറിയ ഒരു കൊട്ടയ്ക്കകത്ത് സാധനമായിട്ടാണ് പോയെങ്കിൽ, ഇങ്ങോട്ട് വന്നത് ഒരു ലോറി സാധനമായി. കാരണം ഒന്നുമില്ല. എന്റെ വൈഫ് ഗർഭിണിയായ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഒരു ഫാൻ പോലും ഇല്ല, ഒരു പഴയ ഫാൻ പോലും എങ്കിലും കിട്ടിയിരുന്ന കൊള്ളാമെന്ന്, ഒരു ഫാൻ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവദാസൻ എന്റെ വീട്ടിൽ വന്നിച്ച് പറയുകയാണ്, പക്ഷേ ഞാൻ തമിഴ്നാട്ടിൽ പ്രവർത്തനത്തിന് പോവുക, ഇവിടെ കുറച്ച് താമസിച്ചപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ ഇവിടെ താമസിച്ച സാധനങ്ങൾ അതെല്ലാം തമിഴ്നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഇട്ടോട്ടെ, അത് ഞാൻ സമയം പോലെ വന്ന് വിറ്റ് കാശാക്കിക്കോളാം. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ചെറിയ സ്പൂൺ മുതൽ വലിയ ഫ്രിഡ്ജ് വരെ എന്റെ വീട്ടിൽ വന്നു. കട്ടില്, കസേര, മേശ, എല്ലാ സാധനങ്ങളും എന്റെ വീട്ടിൽ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രം എല്ലാം എന്റെ വീട്ടിൽ വന്നു. 50 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വരെ പാത്രമുണ്ട്, പ്ലേറ്റുകളുണ്ട്, എല്ലാ സാധനവും വീട്ടിൽ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിട്ടേക്ക് പോയി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു, ഞാൻ ബുധനാഴ്ച പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം വന്നു. ഞാൻ ചോദിച്ചു കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാനും ഒരു ദൈവദാസൻ, നിങ്ങൾ ഒരു ദൈവദാസൻ, ഞാൻ ഇത് എടുത്തുകൊണ്ട് പോയാൽ എന്റെ നാമമല്ല ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടുന്നത് നിങ്ങൾക്കുള്ളതാണ്. ഇന്നും ഞങ്ങളുടെ വീട്ടിൽ ആ സാധനമുണ്ട്. അപ്പൊ ദൈവം കരുതുന്ന ദൈവമാണ്. പിന്നെ ഒരു കാര്യം, പ്രാർത്ഥിക്കുന്നത് തരുന്ന ഒരു ദൈവം. ഞാൻ പ്രാർത്ഥിച്ച പഴയൊരു ഫാനാ ചോദിച്ചത്, എല്ലാം പഴയത് കർത്താവ് തന്നു. പഴയത് ചോദിക്കരുത്, പുതിയത് ഇനി ചോദിക്കാവൂ. അതെന്നെ പഠിപ്പിച്ചു. അപ്പൊ അന്ന് പറഞ്ഞ് പുതിയ ചോദിക്കാൻ തുടങ്ങി, കർത്താവ് പുതിയ വണ്ടിയൊക്കെ തന്നു. അപ്പോ അവിടുന്ന് ഞങ്ങൾ നാട്ടിൽ എന്റെ ഭവനത്തിൽ എന്റെ മമ്മിയും പപ്പയും താമസിക്കുന്ന വീടിനടുത്ത് തന്നെ ഞങ്ങൾ ഒന്ന് താമസിച്ചു. 2 മക്കളും അതുപോലെ ലോറി സാധനമായിട്ട് കർത്താവ് താമസിച്ചു. 1 വർഷം അവരെന്ന് കണ്ടോട്ടെന്ന് വിചാരിച്ചായിരിക്കും 1 വർഷം അവിടെ താമസിച്ചു. അതിനുശേഷം മലബാർ ഏരിയയുടെ പ്രവർത്തനം, ജയിൽ മിനിസ്ട്രിയുടെ പ്രവർത്തനം, ഞങ്ങൾക്ക് ജയിൽ മിനിസ്റ്റർ ഉണ്ട്, ജയിൽ മിനിസ്ട്രിയും പരസ്യവും ഒക്കെ ആയിരുന്നു എന്റെ പ്രവർത്തനങ്ങൾ. ജയിൽ മിനിസ്ട്രിയുടെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് കോഴിക്കോട് 5 വർഷം പ്രൊഫസർ നോബൽ പി തോമസിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും അവിടെ മലാപ്പറമ്പം സ്ഥലത്ത് താമസിച്ചു 5 വർഷം. അതിനുശേഷം 5 വർഷത്തിന് ശേഷം 2007 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ബൈക്ക് ആക്സിഡന്റിൽ എന്റെ കാല് ഒടിഞ്ഞു, വളരെ സീരിയസ് ആയിരുന്നു, കമ്പിയൊക്കെ ഇട്ടു.
കോഴിക്കോട്. അപ്പം എന്റെ വീട്ടിൽ തന്നെയാണ് കിടക്കുകയാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ കോഴിക്കോട് നിന്ന് ചർച്ചക്കാരൊക്കെ ചെയ്തു. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്റെ വീട്ടിൽ കിടക്കുമ്പോൾ ആഴ്ചയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചികിത്സയ്ക്ക് വേണ്ടി. പൈസ ഇല്ല, വളരെ ബുദ്ധിമുട്ട്. വീട്ടുകാർക്കും ബുദ്ധിമുട്ട്. വീട്ടുകാർക്കാണെങ്കിൽ അവരെനിക്ക് ചെലവിനെന്നുള്ള ചിന്തയിൽ ആ വീട്ടുകാരാണ് അങ്ങനത്തെ ബുദ്ധിമുട്ട്. ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് എന്താണ്, കരയാൻ തുടങ്ങി. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് ഒരു അച്ഛനും അമ്മമ്മയും കൂടെ എന്റെ അടുത്ത് കാണാൻ വരികയാണ്. കാണാൻ വന്നിച്ച് പറഞ്ഞു, ഞങ്ങൾക്കൊരു മോനുണ്ട്, ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു മോനാണ്, അവൻ അമേരിക്കയിലാണ്, അവന് നിങ്ങൾക്ക് ഇച്ചിരി പൈസ അയച്ചു തന്നു. അപ്പോൾ പരസ്യോത്തില് ഞാൻ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഒരു അച്ചായന്റെ മോനാണ് അമേരിക്കയിലുള്ളത്. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ഇവരെ എങ്ങനെയോ ആ അമേരിക്കയിലെ അച്ചായനെ അറിയിക്കുന്നു, എനിക്ക് ആക്സിഡന്റ് ആയ കാര്യങ്ങൾ. എന്തായാലും ആ അച്ചായൻ ഒരു ഇച്ചിരി പൈസ തന്നു. ഞാൻ ചോദിച്ചു നോക്കാൻ, 30,000 രൂപയാണ്. 30,000 രൂപയുടെ ദശാംശം അന്നേരം തന്നെ ഞാൻ ആ അച്ചായന്റെ കൊടുത്ത് പരസ്യോട്ടി കൊടുക്കുന്നു പറഞ്ഞു. ബാക്കി എന്റെ ചികിത്സാ ചെലവും എന്റെ മെഡിക്കൽ കോളേജിലെ സകല ചികിത്സാ ചെലവും എനിക്ക് തിരിച്ച് കോഴിക്കോട് വരാനും കോഴിക്കോട് പെൻഡിങ് കിടന്ന് വാടക കൊടുക്കാനുമുള്ള പൈസ വരെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആ പൈസ കാര്യങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ വീണ്ടും ചോദിക്കാൻ തുടങ്ങി, കർത്താവ് ഇതാണ് നീ മുൻപോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ? ഞാൻ ഈ അച്ചായന്റെ അമേരിക്കയിലുള്ള അച്ചായന്റെ പേരൊക്കെ ചോദിച്ചു, നമ്പറും ചോദിച്ചു, ഞാൻ ഫോൺ വിളിച്ചു ചോദിച്ചു, അച്ഛാ എന്നെ എങ്ങനെ അറിയും, എനിക്ക് എങ്ങനെ സഹായിച്ചു, നിങ്ങൾ ആത്മാവിലാൽ ദൈവാത്മാ പ്രേരിതമായിട്ട് അയച്ചതാണോ എന്ന് ചോദിച്ചു. ഓരോ സഹതാപ തരംഗമാണോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു സഹതാപം അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് കുറെ സംസാരിച്ചു. ഞാൻ എന്നെ എങ്ങനെ അറിയും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, 3 വർഷമായി അമേരിക്കയിലെ ഹൂസ്റ്റൺ IPCയിലെ ഒരു വിശ്വാസി കുടുംബം 3 വർഷമായി എന്റെ ഫോട്ടോ അവരുടെ ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെ എന്നെ അറിയും, എന്റെ ഫോട്ടോ എങ്ങനെ കിട്ടി? അദ്ദേഹം പറയാണ്, ഞങ്ങൾ മലബാർ ഏരിയയിലുള്ള IPCയിലെ 40 സഭയെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബമാണ്. ഞങ്ങൾ മലബാറിയുടെ സുൽത്താൻ ബത്തേരിയിലെ IPCയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സുൽത്താൻ ബത്തേരി ബെയ്ജിംഗ് ഷെഡിൽ നിന്നുകൊണ്ട് യേശു ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പ്രസംഗിക്കുന്ന കണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു. ആ ആളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിങ്ങൾ ജോസഫ് മാത്യു പാസ്റ്ററാണ് ഞങ്ങൾ അറിയുവാനിടയായി. ഓർക്കണമേ, അദ്ദേഹം ഇന്നും ഈ മാസവും എനിക്ക് 3000 രൂപ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഞാൻ യേശു ജീവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു എന്റെ കർത്താവ് അത് കുറിച്ചുവെങ്കിൽ അവരാർക്കും കടക്കാരനല്ല. ഞങ്ങൾ അവിടെ നിന്ന് കോഴിക്കോട് നിന്നൊക്കെ വന്നു. ഞങ്ങൾ നേരിട്ട് സ്വന്തം വീട്ടിൽ താമസിക്കുവാനുള്ള എന്റെ സഹോദരൻ പറഞ്ഞനുസരിച്ച് സ്വന്തം വീട്ടിൽ താമസിച്ച് സ്വന്തം വീടിന്റെ ഫ്രണ്ടിലോട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ താമസിക്കുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥന നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ സഹോദരങ്ങളെല്ലാം ഗൾഫിൽ പോയി. സഹോദരങ്ങൾ 2 പേര് രക്ഷിക്കപ്പെട്ടു. ഞാൻ വീടിന്റെ ഫ്രണ്ടിലോട്ട് കാളെടുത്തു. വീട്ടിൽ പ്രാർത്ഥന എല്ലാ ബുധനാഴ്ചയും വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി. അതിനുശേഷം ദൈവകൃപയാൽ ഞാൻ അമ്പൂരിയുടെ ദേശത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് മിനിസ്ട്രിക്ക് അതിനുശേഷമാണ് എന്റെ ആക്സിഡന്റിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ഞാൻ പോയി മിനിസ്ട്രി ചെയ്തിട്ടുണ്ട്. വിദേശത്തും കർത്താവിനെ അയച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അമ്പൂരിയുടെ ദേശത്ത് ഞാൻ കടന്നുപോയി സുവിശേഷ വർദ്ധനം 2014 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇവിടെ പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ഓപ്പണിംഗ് ഉണ്ടായി, ഒരു പ്രാർത്ഥന തുടങ്ങി, തിങ്കളാഴ്ച പ്രാർത്ഥന തുടങ്ങി. ഞാൻ ബൈക്കിൽ അവിടെ പോയി തിങ്കളാഴ്ച പ്രാർത്ഥന നടത്തും, ബൈക്കിൽ തിരിച്ചു ഇവിടെ വരും. എല്ലാ ചൊവ്വാഴ്ച പരസ്യോധനുള്ളതുകൊണ്ട് അന്ന് തന്നെ തിരിച്ച് രാത്രി പോലും വെളുപ്പിന് 2 മണിയാകുമ്പോൾ ചൊവ്വാഴ്ച വെളുപ്പിന് 2 മണിയാകുമ്പോൾ വീട്ടിലെത്തും. ബൈക്കിൽ തിരുവനന്തപുരം ആലപ്പുഴ ആഴ്ചയിൽ ഓടി നടന്ന് അങ്ങനെ പ്രവർത്തനം നടത്തി. എന്തായാലും കുറെ പേര് കൂടി വന്നു. ഒരു സഭയായി അത് മാറ്റപ്പെട്ടു. വാടകയ്ക്ക് ഒരു വീടെടുത്തു, റോഡ് സൈഡിൽ തന്നെ വാടകയ്ക്ക് വീടെടുത്തു. അത് ഇൻഡിപെൻഡന്റ് ആയ ഒരു പ്രവർത്തനം അത് ആരംഭിച്ചു. റൂഫ് ഇട്ട് ആരാന്നാണ് എനിക്ക് വീട് കിട്ടി. ആ വീട് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് വീട് വിലയ്ക്ക് മേടിക്കുവാണെങ്കിൽ മേളിൽ റൂഫ് ഇട്ടാൽ 10 രൂപ ഇരിക്കും. ഞാൻ കരയാൻ തുടങ്ങി, ഈ വീടൊന്ന് വിലക്കെടുക്കണം. എന്താ ചെയ്യുന്നത്? ദൈവം എന്നോട്, ഞാൻ പ്രാർത്ഥിച്ച് കരയാൻ ദൈവം എന്നോട് പോയി വില ചോദിക്കാൻ പറഞ്ഞു. എന്റെ ATM-ൽ 49 രൂപ കിടപ്പുണ്ട്. എന്റെ അക്കൗണ്ടിൽ 49 രൂപ കിടക്കുമ്പോൾ ഞാൻ പോയി വീടിന് വില ചോദിക്കാൻ ദൈവം പറഞ്ഞനുസരിച്ച് വില ചോദിക്കാൻ പോയി. ആ വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 10 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. 2 സെന്റ് സ്ഥലവും വീടും കൂടെ 10 ലക്ഷം രൂപയ്ക്ക്. ഞാൻ 5 ലക്ഷം രൂപ പറഞ്ഞു 5.5 ലക്ഷം രൂപയ്ക്ക് സമ്മതിച്ചു. അഡ്വാൻസ് കൊടുക്കാൻ പോലും പൈസയില്ല. ഞാൻ കരയാൻ തുടങ്ങി. പിന്നെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. നമ്മുടെ കേരളത്തിൽ നിന്ന് 1 ലക്ഷം രൂപയോളം കളക്ഷൻ കിട്ടി. പക്ഷേ ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ ബാബുച്ചെറിയാൻ പാസ്റ്ററോട് ബന്ധപ്പെട്ടപ്പോൾ ബാബുച്ചെറിയാൻ പാസ്റ്റർ പറഞ്ഞു, ഹൂസ്റ്റൺ IPC-കാരൻ എന്തൊക്കെയോ വീടിന് വേണ്ടി സഹായം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് ലെറ്റർ അയച്ചു. IPC-ൽ ബാബുച്ചെറിയാൻ പാസ്റ്റർ റെക്കമെൻഡ് കത്തയച്ചു. അവരും പിന്നെ ഈ അച്ചായനും ഒക്കെ ആയിട്ട് എനിക്കൊരു 1.5 ലക്ഷം രൂപ തന്നു. 1.5 ലക്ഷം രൂപയും 2.5 ലക്ഷം രൂപയുണ്ട്. ഈ 2.5 ലക്ഷം രൂപ പോയിട്ട് ബാക്കി എന്ത് ചെയ്യും? ഒരു ആളും സഹായിക്കാനില്ല. അപ്പോൾ തന്നെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ബൈക്കിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ പൈസ എല്ലാം ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാ.
ഇനി ഒരു നിർവാഹവും ആരും എനിക്ക് സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചു ഇതെനിക്കുള്ളതല്ലായിരിക്കും, ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെട്ടു. ഞാൻ പ്രസവദ്വാരത്തെങ്കിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ? 3 പ്രാവശ്യം ആ ചോദ്യം ചോദിച്ചു. ഞാൻ കരഞ്ഞുപോയി. ഞാൻ അവിശ്വാസം കാണിച്ചതിന് കർത്താവിനോട് ഞാൻ മാപ്പ് ചോദിച്ചു. തിരിച്ചു ഞാൻ ഭവനത്തിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഇത് സാക്ഷി ഇപ്പോൾ പറയാൻ പോണ സാക്ഷ്യം കേട്ടപ്പോൾ ചിരിച്ചിട്ടുള്ളതാണ്. ഞാൻ വീട്ടിൽ ചെന്നു, എനിക്ക് മേശയൊന്നുമില്ല, ഞാൻ കട്ടിലോട്ട് പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഞാൻ ചോറെടുത്ത് കഴിക്കാനിരിക്കുമ്പോൾ TV വെച്ചു. TV വെക്കുമ്പോൾ സാധാരണ ഞാൻ വൈകിട്ട് രാത്രി ചെന്ന് TV വെക്കും, വാർത്തകളെ കേൾക്കാൻ വേണ്ടി TV വെക്കുമ്പോൾ പെട്ടെന്ന് TV വെക്കുമ്പോൾ സിനിമയാണ് TVക്കകത്ത്. മമ്മൂട്ടിയുടെ ഒരു ഫ്രണ്ട് പറയുന്ന ഒരു വാക്ക്, നീ ഒരു വീടിന് വേണ്ടിയല്ലേ ആഗ്രഹിക്കുന്നത്, അത് നിനക്ക് തരും. 1000 വിളക്ക് നിന്റെ മുമ്പിൽ അണയുമ്പോൾ ഒരു വിളക്ക് നിനക്ക് വേണ്ടി കത്തും. ഇത് കേട്ട ഉടനെ ഞാൻ ഓഫ് ചെയ്തു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഈ വീട് നമുക്കുള്ളതാണ്. കഴുതെ കൊണ്ട് സംസാരിപ്പിച്ച ദൈവമാണ് എന്നോട് അതിനകത്തോട് സംസാരിച്ചു. ഇത് എനിക്കുള്ള വീടാണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസം എന്നെ ഒരു അച്ചായൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോള് ഓസ്ട്രേലിയയിലുണ്ട്, അവളോട് ഞാൻ പറഞ്ഞിരുന്നു, അവളൊരു 10-30,000 രൂപ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, അവളെ വിളിക്കും, ഫോൺ നമ്പർ. ഞാൻ ആ കുട്ടിയെ വിളിച്ചു. മോളെ, ഞാൻ ആ പാസ്റ്ററാണ്, ജോസഫ് മാത്യു പാസ്റ്റർ. എന്താ പാസ്റ്ററെ? പപ്പ ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരു വീടിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് മോളിച്ചിട്ട് പൈസ 10-30,000 രൂപ തരാമെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചു. അയ്യോ, ജോസഫ് മാത്യു പാസ്റ്റർക്കാന്നുള്ള കാര്യം പപ്പ പറഞ്ഞില്ല. ഒരു പാസ്റ്റർക്ക് വീടെടുക്കണം, വീട് മേടിക്കണം, ഇച്ചിരി പൈസ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ജോസഫ് മാത്യു പാസ്റ്റർക്കാന്നുള്ള കാര്യം പറഞ്ഞില്ല. പാസ്റ്ററെ എങ്ങനെയാ കാര്യങ്ങൾ? നമുക്ക് ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് മോനെ, ഇത്ര ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ പാസ്റ്റർ അക്കൗണ്ടിലേക്ക് ഒരു 2 ആഴ്ചത്തെ അവധിയോടെ തരാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ബാക്കി എത്ര കൊടുക്കണോ അത്രയും അവൾ അയച്ചു. ഓർക്കണമേ, ദൈവം ആർക്കും കടക്കാനാണ്, അത്ഭുതം മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവായ യേശു. ആ വീട് ഞാൻ എടുത്തു. ഏതാണ്ട് 8 വർഷത്തോളം ഞാൻ അവിടെ താമസിച്ചു. അതിനുശേഷം ഞാൻ ആ വീടും സ്ഥലവും വിൽക്കാൻ കർത്താവ് വഴി തുറന്നു. എന്നെ അവിടെ ഇറക്കിയതാ. കാരണം വെച്ചാൽ വനമേഖലയാകാൻ പോകുന്നു അമ്പൂരി. എന്റെ വീടെല്ലാം പോകും. റോഡിന് അതുപോലെ തന്നെ മലയോര ഹൈവേ വരുന്നു. റോഡിന് വീതി കൂട്ടുമ്പോൾ വീടിന്റെ സിറ്റൗട്ടെല്ലാം പോകും. അത് കൊടുത്തു. 7.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു. 8 വർഷം താമസിച്ചു. 5.5 മേടിച്ചത് 7 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു. ഇപ്പോൾ ദൈവം അല്പം ചെറിയ ലോണൊക്കെ കടമൊക്കെ ഉണ്ടെങ്കിലും 10 സെന്റ് സ്ഥലവും നല്ലൊരു വീടും കൂടെ വെള്ളറയിൽ കർത്താവിന് വെള്ളറ പഞ്ചായത്തിൽ വാങ്ങി ഇപ്പോൾ അവിടെ താമസിക്കുന്നു. 4 ബെഡ്റൂം, നേരത്തെ 2 ബെഡ്റൂം, ഇപ്പൊ 4 ബെഡ്റൂമുള്ള വലിയൊരു വീടും 10 സെന്റ് സ്ഥലവും കർത്താവ് തന്നു. അവിടെ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തു. ഇപ്പോൾ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്ന കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് എലോഹീം ക്രൈസ്റ്റ് ചർച്ച് എന്ന ഒരു മിനിസ്ട്രിയോട് ചേർന്നുകൊണ്ട് ഞാനും പാസ്റ്റർ ബെന്നി പാസ്റ്ററും കൂടി പ്രവർത്തനം നടക്കുന്നു. അതുപോലെ നീലേശ്വരത്ത്, പയ്യന്നൂര് ഒക്കെ പ്രവർത്തനങ്ങളുണ്ട്. പുതിയ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ജയിൽ മിനിസ്ട്രിക്ക് പോകുന്നുണ്ട്, പരസ്യങ്ങളുണ്ട്, ഫാസ്റ്റിംഗ് പ്രേയറിന് ശുശ്രൂഷിക്കാൻ പോകുന്നുണ്ട്. ദൈവം അയക്കുന്നിടത്തൊക്കെയും കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യും. അത്ഭുതങ്ങൾ കണ്ട ജീവിതമാണെന്റെ. അത്ഭുതങ്ങളുടെ ദൈവത്തെ രുചിച്ചറിയുവാൻ റെനി ജോർജ് ചോദിച്ചതുപോലെ, യേശുവിനെ നീ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചതുപോലെ, ആ യേശുവിനെ നീ രുചിച്ചറിയുവാൻ, ആ സ്നേഹം ഒന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യം ഭയങ്കരമായ ഭാഗ്യമാണ്. എന്താണ് യോഗ്യത? എനിക്കൊരു യോഗ്യതയില്ല. ഓടയിൽ കിടന്ന എന്നെ ഒരു മാരകായുധം കയ്യിലുണ്ടെങ്കിൽ മുൻപുള്ള പ്രതികൂലങ്ങളൊക്കെ വിട്ടു നിൽക്കാമെന്ന് വിചാരിച്ച് അനേകരെ മുറിവേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള മാരകായുധവുമായി നടന്ന എന്റെ കൈകളിലേക്ക് അനേകർക്ക് ജീവൻ പകരുന്ന ദൈവത്തിന്റെ വചനമെന്ന വാള് എന്റെ കരങ്ങളിൽ എടുത്തു തന്ന് എന്നെ ദേശമായി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവന് വേണ്ടി ജീവിക്കുവാൻ എന്നെ തെരഞ്ഞെടുത്തു ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ അനുഭവങ്ങളെ പങ്കുവെക്കുവാൻ ഇങ്ങനെ ആരോമ TV എനിക്കൊരു അവസരം, ആരോമ TVയിലൂടെ കർത്താവ് എനിക്കൊരു അവസരം തന്നത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനായി അവസരമൊരുക്കി തന്ന കർത്തദാസനും അതുപോലെ തന്നെ ആരോമ TVയുടെ എല്ലാവർക്കും, എന്നെ ശ്രമിച്ച എല്ലാവർക്കും വീണ്ടും യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളും നന്ദിയും അറിയിച്ചു നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിൽ കടന്നുപോയതായ ആ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യത്തോടുകൂടി തന്നെ കർത്താവിന് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒരു വ്യക്തിയെ കർത്താവിന് വേണം എങ്കിൽ കർത്താവ് തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സുകൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ചില രോഗങ്ങളിലൂടെ കടത്തിവിട്ട് അവർക്ക് സൗഖ്യവും അവരുടെ ജീവിതത്തില് ദൈവികമായ ചില നിയോഗവും ദർശനവും ഒക്കെ കൊടുത്ത് കർത്താവ് അവരെ വിളിച്ചിറക്കാറുണ്ട്. ചില വ്യക്തികൾക്ക്
ക്രിമിനൽ പശ്ചാത്തലമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് ദൈവം കൊടുക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പകരം പിശാചിനെ അനുവദിക്കുന്നു. പിശാചിനെ ദൈവം അനുവദിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ വ്യക്തിയെ പൈശാചികമായ ചില മണ്ഡലങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും പിന്നത്തേതിൽ ആ പിശാചിന്റെ കണിയിൽ നിന്ന് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ആ വ്യക്തിയെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരികയും അതേ അനുഭവത്തിൽ കിടക്കുന്ന അനേകരെ പിശാചിന്റെ കണിയിൽ നിന്ന്, ആ നശിച്ചു പോകുന്നവരുടെ ഇടയിൽ നിന്ന് സത്യദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയെടുക്കുകയും ചെയ്യുന്ന ആ അനുഭവങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണയായി തീർന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യുവിന്റെ ജീവിതത്തിലും ഒരു ഘട്ടത്തില് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും പിശാച് ജീവിതത്തില് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വന്ന് പാപത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നു, ലോകത്തിന്റെ നാശത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നു. മദ്യപാനമാണ്, മയക്കുമരുന്നാണ്, ലഹരി വസ്തുക്കളാണ്, അക്രമ രാഷ്ട്രീയമാണ് ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവങ്ങൾ. ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി ചിലരൊക്കെ അത് മുതലെടുത്തു എന്ന്. തീർച്ചയായിട്ടും ഇന്നും അങ്ങനെ മുതലെടുക്കുന്ന ഒത്തിരി യൗവനക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അവരെ ദുരുപയോഗം ചെയ്യുകയാണ്. അങ്ങനെ പലരും പല അക്രമാസക്തരമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവർ പോലും അങ്ങനെയുള്ള ക്രിമിനലുകളായി മാറുന്നു, ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നു, ശിക്ഷിക്കപ്പെടുന്നു. അതിക്രൂരമായ ചില അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീരുന്നു. ഞങ്ങളെ ശ്രമിക്കുന്ന മാന്യപ്രേക്ഷകരെ, സമൂഹം ഇന്ന് വല്ലാത്തൊരു വിപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എന്നാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഈ പ്രിയപ്പെട്ടവൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചാണ് യേശുവിനെ അറിയുവാനിടയായി തീർന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തെരുവോരങ്ങളിൽ സുവിശേഷം ഘോഷിക്കുന്ന നൂറുകണക്കിന് പരസ്യയോഗങ്ങളും തെരുവ് പ്രസംഗങ്ങളും അതുപോലെ മുറ്റത്ത് കൺവെൻഷനുകളും പരസ്യയോഗങ്ങൾ വിവിധ നിലകളിലും ഇന്ന് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ സുവിശേഷം കേൾക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യൂട്യൂബിൽ ധാരാളം സുവിശേഷ സന്ദേശങ്ങൾ നമുക്ക് പ്രഘോഷിക്കപ്പെടുന്നു. ഇതെല്ലാം കേൾക്കുവാൻ അവസരങ്ങളുണ്ട്. എന്നാൽ ജയിലിൽ ഇതിനൊന്നും അവസരമില്ല. പക്ഷേ അവിടെയുള്ള ക്രിമിനലുകളെ കർത്താവിന് ആവശ്യമുണ്ട്. സ്തോത്രം. ദൈവത്തിന് അവരെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് ചിലരെ ദൈവം അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. അവിടെ യാതൊരു സാധ്യതയുമില്ല. പക്ഷെ ദൈവം അതിനകത്തും ദൈവം ഉണ്ട്, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള സത്യം നാം ഈ പ്രിയപ്പെട്ട ദൈവദാസനോട് നമ്മൾ തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ജയിലിന് വെളിയിലാണ് സുവിശേഷ യോഗം നടക്കുന്നത്, പ്രാർത്ഥന നടക്കുന്നത്, ആരാധന നടക്കുന്നത്, പ്രസംഗങ്ങൾ നടക്കുന്നത്, വചനം വായിക്കുവാനൊക്കെ അവസരം ഉണ്ടാകുന്നതെന്ന്. പക്ഷെ ജയിലിനകത്തും ഈ പ്രവർത്തനങ്ങൾ, ഈ ശുശ്രൂഷകളൊക്കെ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മയിലാണ് കർത്താവിന്റെ ദാസൻ ജോസഫ് മാത്യുവിന് യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നത്. ആ പ്രിയപ്പെട്ടവന് യേശുവിനെ അറിഞ്ഞതായ ആ നല്ല അനുഭവങ്ങൾ, ആ സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യപ്രേക്ഷകരെ, ഒരുപക്ഷെങ്കിൽ താങ്കൾ ജയിലിനകത്തല്ലായിരിക്കാം, പുറലോകത്ത് സ്വതന്ത്രനായി ജീവിക്കുന്നുണ്ടാകാം. പക്ഷേ ഒരു തുറക്കപ്പെട്ട ജയിൽ പോലെ, ഒരു ഓപ്പൺ ജയിൽ പോലെയുള്ള ഒരു ജീവിതം നയിക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും രാഷ്ട്രീയ പ്രേരണകൾക്കും സമ്മർദ്ദങ്ങൾക്കും സമൂഹത്തിൻ്റെതായ ഒറ്റപ്പെടുത്തലിന്റെ ഒക്കെ നടുവിൽ താങ്കൾ ഒരു പക്ഷെങ്കിൽ ജയിലിന് തുല്യമായ വേദനയിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഞങ്ങൾക്കൊരു കാര്യമേ പറയാനുള്ളതോ, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. കരിക്കംവില്ല കൊലക്കേസിലെ വലിയ പത്രമാധ്യമങ്ങളിലൊക്കെ പ്രസിദ്ധമായ എഴുതപ്പെട്ട സിനിമകളും ലേഖനങ്ങളും നോവലുകളും മാധ്യമങ്ങളിലുമൊക്കെ വലിയ കുറ്റവാളിയായി ചുമത്തപ്പെട്ട ശ്രീ റെനി ജോർജിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്.
അദ്ദേഹമാണ് ഈ പ്രിയപ്പെട്ടവനെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് കർത്താവിന്റെ ദാസൻ റെനി ജോർജും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനായി സമൂഹത്തില് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ ജയിലിൽ നിന്ന് എത്രയോ പേർ പുറത്തു വന്ന് യേശുവിന്റെ നല്ല ഭടന്മാരായി തീർന്നുകൊണ്ടിരിക്കുന്നു. ആ റെനി ജോർജ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവൻ ഈ ജോസഫ് മാത്യുവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുവിനെ അറിഞ്ഞിട്ടുണ്ടാവാം, നിനക്ക് യേശുവിനെ അറിയാമായിരിക്കാം, പക്ഷെ നീ യേശുവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? നീ യേശുവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? തിരിച്ചു ചോദിച്ചു, യേശു എന്താ പഞ്ചാരയാണോ? സഹോദര, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ള ദൈവത്തിന്റെ വചനം, ആ വചനമെന്ന് പറയുന്നത് അത് ദൈവവചനമാണ്. ദൈവത്തെ രുചിച്ചറിയുക അഥവാ ദൈവവചനം നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ആ വചനം നമ്മളെ മാനസാന്തരപ്പെടുത്തുവാൻ, രക്ഷയിലേക്ക് നയിക്കുവാൻ കൂടിയായിത്തീരുന്നു. ആ ദൈവത്തെ ഒന്ന് തിരിച്ചറിയൂ, ഒന്ന് രുചിച്ചറിയൂ. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. ജീവനുള്ള ദൈവത്തെ അറിയുവാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാൻ, ആ ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നു എങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ, രുചികരമായ ഒരനുഭവം. അതുകൊണ്ടാണ് കരിക്കമ്പില്ല കൊലപാതക കേസിൽ കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ട് പൂജപ്പുരയിൽ കിടക്കുമ്പോൾ ആ ദൈവത്തെ തിരിച്ചറിഞ്ഞതായ ശ്രീ റെനി ജോർജ് അവറുകൾ ആ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ, രുചിച്ചറിഞ്ഞപ്പോൾ ആ ആസ്വാദനം മറ്റുള്ള പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം റെഡിയായി തീർന്നത്. മദ്യമാണോ താങ്കൾ രുചിച്ചറിഞ്ഞത്? പുകവലിയാണോ, കഞ്ചാവാണോ, ലഹരി വസ്തുക്കളാണോ താങ്കൾ രുചിച്ചറിഞ്ഞത്? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇടയായിത്തീരും. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തെ, ദൈവവചനത്തെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുക എന്നത്. പല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവിലൂടെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ആ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ സത്യമാണ്. സ്തോത്രം. അരോമ ടിവിയിലൂടെ നിരവധി ആളുകൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഇപ്രകാരം പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നിങ്ങളെയും യേശു സ്നേഹിക്കുന്നു. യേശുവിന് നിങ്ങളെയും രക്ഷിപ്പാൻ കഴിയും, നിങ്ങളെയും പൂർണ്ണമായി യേശുവിന് വിടുവിപ്പാൻ കഴിയും. ആകയാൽ താങ്കൾ ഒരു നിമിഷം വിശ്വസിക്കൂ. മദ്യമല്ല, മയക്കുമരുന്നല്ല, ലഹരി വസ്തുക്കളല്ല, അക്രമ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങളല്ല, കൊള്ളയും കൊള്ളിവെപ്പും ഒന്നുമല്ല ജീവിതത്തിൽ നമുക്ക് സന്തോഷം തരുന്നത്. കുടുംബകലഹം, ഭാര്യയെ ഉപദ്രവിക്കുക, മക്കളെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, ഇതൊന്നുമല്ല നമുക്ക് സന്തോഷം തരുന്നത്. ഇതെല്ലാം താൽക്കാലിക, നൈമിഷികം. നശ്വരമാകുന്ന ഈ ശരീരം വിട്ട് നിത്യമായ ഒരു ജീവൻ നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ആ നിത്യത താങ്കളുടെ ഉള്ളിൽ ദൈവം വെച്ചിട്ടുണ്ട്. ആ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, യേശുവേ, ഞാനിതാ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങനെ രക്ഷിക്കണമേ, അങ്ങയ്ക്ക് മാത്രമേ എന്നെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആകയാൽ കർത്താവേ, എന്നെ അവിടുന്ന് സ്നേഹിക്കുന്നു. ഞാൻ പാപിയാണ്. ആ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടിയാണ് അങ്ങ് യാഗമായി തീർന്നത്. അവിടുന്ന് എനിക്ക് വേണ്ടിയാണ് ആ തിരുരക്തം ചൊരിഞ്ഞത്. ആ ക്രൂശിന്റെ ചുവട്ടിൽ ഞാൻ ഇതാ വരുന്നു. ആ ക്രൂശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചോരത്തുള്ളികളിൽ ഒരു തുള്ളി കർത്താവേ എന്റെ ശിരസിൽ വീഴട്ടെ എന്ന് പറഞ്ഞ് നമിക്കാം. ആ ക്രൂശിന്റെ പാദപീഠത്തിലേക്ക് നമുക്കൊന്ന് കമന്ന് വീഴാം. നിങ്ങളുടെ പാപം എത്ര കടിച്ചോപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞു പോലെ വെള്ളയായി തീരും. ആ ക്രൂശിലെ സ്നേഹം നിങ്ങളുടെ പാപങ്ങൾ കഴുകി ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലേക്ക് പകർന്ന് നിങ്ങൾക്കൊരു പുതിയ സൃഷ്ടിയായി തീരുവാൻ, ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ, അർത്ഥാൽ ദൈവമക്കളായി തീരുവാൻ കർത്താവ് അവകാശം തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനം ഇങ്ങനെ പറയുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്.
ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമുക്ക് നഷ്ടമായതായ, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതായ നിത്യജീവൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ തരികയാണ്. ആകയാൽ നിത്യത നഷ്ടമാക്കരുതേ വാത്സല്യ സഹോദരങ്ങളെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരു നിമിഷം ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി കണ്ണുനീരോടെ പാപക്ഷമയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സഭയ്ക്ക് നമ്മളെ രക്ഷിപ്പാൻ കഴിയുകയില്ല, സംഘടനയ്ക്ക് നമ്മളെ രക്ഷിപ്പാൻ കഴിയുകയില്ല, വ്യക്തികൾക്ക് നമ്മളെ രക്ഷിപ്പാൻ കഴിയുകയില്ല, പണത്തിന് നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല, പാരമ്പര്യത്തിന് നമ്മളെ രക്ഷിപ്പാൻ കഴിയുകയില്ല. നമ്മെ രക്ഷിപ്പാൻ ഏകസത്യ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് താങ്കൾ വിശ്വസിക്കുമോ? ഒരുപക്ഷെങ്കിൽ താങ്കൾ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവരും ഒരു നിമിഷം കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും നീതിമാനുമായ കർത്താവെ, ഈ സമയത്തിനായി സ്തോത്രം ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം കർത്താവെ, എന്റെ മക്കൾക്ക് കർത്താവെ സ്തോത്രം. ഈ ടിവിയുടെ കർത്താവെ സ്തോത്രം പ്ലാറ്റ്ഫോമിൽ ഇത് കേൾക്കുവാനും കർത്താവെ കാണുവാനും ഇടയായല്ലോ. ദൈവവചനം കേൾക്കുന്ന കർത്താവ് എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനും കർത്താവ് ശുശ്രൂഷിപ്പാനൊക്കെയും ബലപ്പെടുത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്തദാസിനെ കർത്താവെ ദാനിയേൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇങ്ങനൊരു മിനിസ്ട്രി കർത്താവ് വളരെ അനുഗ്രഹമായി മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കുന്നു. അപ്പോൾ തന്നെ ഈ പ്രേക്ഷകരെല്ലാം കർത്താവിന്റെ വചനം അവരുടെ ഹൃദയത്തിൽ കർത്താവെ ആഴങ്ങളിൽ ഇറങ്ങി പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നതിലും തേനിലും മധുരമായ ദൈവത്തിന്റെ വചനം അവരത് രുചിച്ചറിയുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, അടിയന്റെ കർത്താവ് ജീവിതാനുഭവം പങ്കുവെച്ചല്ലോ. അതവരെല്ലാം കേൾവിക്കാരുടെ എല്ലാം ഹൃദയത്തിൽ കർത്താവെ അതൊരു അനുഭവമായി അവർക്കൊരു വലിയ അനുഗ്രഹമായി മാറ്റപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മഹത്വം ഞങ്ങൾക്കല്ല, എപ്പോഴും ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാം മഹത്വത്തിന് വേണ്ടി അത്ഭുതം ചെയ്തേ മതിയാകും. അനേകർ കർത്താവെ രക്ഷിക്കപ്പെടുവാൻ, അനേക നാളുകൾ യേശുവിനെ കണ്ടെത്തുവാൻ കർത്താവ് ഇടയാക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരായ ആരെങ്കിലും കർത്താവെ കേൾക്കുന്നുവെങ്കിൽ അവർക്കൊക്കെ ഇതൊരു ഉറപ്പായി, വിശ്വാസത്തിന്റെ ഉറപ്പായി, ധൈര്യമായി മാറ്റപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പ്രേക്ഷകരെ എല്ലാവരും അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഈ മിനിസ്ട്രിയെയും കർത്തദാസനെയും കുടുംബത്തെയും ഒക്കെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു അവർ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്ന അരോമ ടിവിയിൽ സമയം വേർതിരിച്ചിന് കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെയും മിനിസ്ട്രിയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്നതായ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും, മറുപടി തരുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വീഡിയോയുമായി വീണ്ടും കാണുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com